കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. പ്രിയരേ, ഇതരയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാ പ്രിയരേ. ഇതരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയോ, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയോ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. തന്നരികിൽ ചേർക്കുവാൻ എത്രയോ വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയോ വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കും. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയോ, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയോ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ. ഇതരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയോ എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയോ ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ.
ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും എന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ഏതൊരാപത്തിലും ഏതു നേരത്തിലും വിശ്വാസത്തോടെ യേശു മാത്രം മതി. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എൻ ദൈവമത്രേ. ശക്തിയോടെ അനുഗ്രഹീത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾ, ഹല്ലേലൂയ. ഇന്ന് പകലും ഈ രാത്രിയിലുമായി ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യ കർത്താവിനാൽ ഐക്യപ്പെട്ട കർത്താവിൻ്റെ അനുഗ്രഹീത ദാസൻ പാസ്റ്റർ ബോബി കോട്ടയം, എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബൻ ജോസഫ്, അനുഗ്രഹീതരായ പല ദൈവദാസന്മാർ, ഉപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകാൽ ഓർത്ത ഭാഗ്യവും പൂർണ്ണവുമായി ഉപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നിശ്ചയമായും ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകല് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി, ഹൃദ്യമായി, ശക്തമായി നമ്മോട് ഇടപെടുവാനിടയായി. കർത്താവിൻ്റെ ദാസനെ എനിക്ക് പരിചയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു വട്ടപ്പാറയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുൻ പരിചയമൊന്നുമില്ലെങ്കിലും ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ശുശ്രൂഷയിലൂടെ ദൈവം പരിചയപ്പെടുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ആത്മാവിൻ്റെ ദൂതുകൾ, വചനങ്ങൾ ഇന്ന് പകൽക്കാലം നമുക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവം തൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മിലും ആ പണി തുടരുകയാണ്. സഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. ഒരു ശക്തിക്കും അതിനെ ജയിപ്പാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഉപവാസം ഹല്ലേലൂയ നമ്മെ തന്നെ പണിയുന്ന ദിനങ്ങളാക്കി, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ആസ്ഥാനപ്പെട്ട് ആത്മശക്തി പ്രാപിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മിലൂടെ നിവർത്തീകരിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മുടെ കാലയളവിൽ നമ്മൾ പ്രാപിച്ച് ദൈവസഭ പണിയുവാൻ നാമും അതിൻ്റെ മധ്യയിലുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നിശ്ചയമായും കർത്താവ് നമ്മോട് സംസാരിക്കാം. 8:30 തന്നെ യോഗം നിർത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ തുടർന്നൊന്നും പറയുന്നില്ല. കർത്താവിൻ്റെ ദാസൻ കോട്ടയം സ്വദേശിയാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി അവിടെ പ്രയർ ഗാർഡൻ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ദൈവം തന്ന എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. തുടർന്നുള്ള സമയങ്ങളിലെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്തൃത്വത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായും കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ബഹുമാന്യ ദൈവദാസന്മാർ TM കോശി സാർ, അപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, വേദിയിലും സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും യേശു കർത്താവിൻ്റെ വന്യ പരിശുദ്ധമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വൈകിട്ടും ദൈവസഭയെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. രാവിലെ വായിച്ച അതേ വാക്യം തന്നെ വായിച്ച ചില കാര്യങ്ങൾ കൂടി ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 18, 19, 20. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഒരു പ്രാവശ്യം കൂടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മധുരങ്ങൾ തുറന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകലിലും ഞങ്ങളോട് സംസാരിച്ചു, ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി അവസാനിപ്പിച്ചതും നമ്മൾ എഴുന്നേറ്റ് പണിയുമെന്നാണ്. എഴുന്നേറ്റ് നാം പണിതിടുക. കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്. കർത്താവാണ് പണിയുന്നത്. അവൻ പണിതാൽ ആരാലും പൊളിച്ച് കളയാൻ കഴിയില്ല. നമ്മെ പണിയുന്ന ഒരു ദൈവശബ്ദം, നമ്മെ പണിയുന്ന ദൈവത്തിൻ്റെ കരം. പ്രാരംഭത്തിലെ മാതാവ് പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. കുശവൻ പണിയുന്നത് പോലെ ഞങ്ങളെ പണിയണമേ. ഇന്ന് പകലിലും രാത്രിയിലും കർത്താവ് നമ്മുടെ വചനം കൊണ്ട് സംസാരിക്കേണ്ടതിനായി, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്ത പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്ത പുത്രനാക്കിടും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉയരുകിയ ദൈവശബ്ദം ഇന്ന് കാതിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉയരുകിയ ദൈവശബ്ദം ഇന്ന് കാതിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ.
കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവേ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവൻ ഉയരകിയ ദൈവശബ്ദം ഇന്നു കാതിൽ മുഴങ്ങിട ചേർന്ന്. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവൻ ഉയരകിയ ദൈവശബ്ദം ഇന്നു കാതിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ആമേൻ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ആമേൻ. കല്ലറ തുറക്കട്ടെ. ഓ കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, ഓ കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ആമേൻ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ, മരണബന്ധനങ്ങളെ വിട്ടുപോരു. ഓ മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ ദൈവകരത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, മരണബന്ധനങ്ങളെ അഴിച്ച്, മരണത്തിൻ്റെ കെട്ടുകളെ അഴിച്ച്, രട്ടിനെ അഴിച്ച്, അവ ചിലരെ കൂടെ ഇതിനകത്തേക്ക് കർത്താവേ അങ്ങ് കൊണ്ടുവരുവാൻ പോകുന്നതിനായി സ്തോത്രം പറയുന്നു. ശൗലുമാരുടെ അധികാരങ്ങളെ ദമസ്കോസ് കൊണ്ട് അവസാനിപ്പിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു 2025 ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കർത്താവേ, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കും. ഞങ്ങളുടെ കണ്ണ് കൊണ്ടത് കാണും, ഞങ്ങളുടെ കരം കൊണ്ടത് സ്പർശിക്കും, ഞങ്ങളുടെ ചെവി കൊണ്ടത് കേൾക്കും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മരണത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവമോ മരണഭാഷങ്ങളെ അഴിപ്പിച്ചിട്ട് യേശുവിനെ ഉയർപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയം കൽപ്പിക്കുന്നു. വചനത്തിന് മുൻപാകെ ആയിരിക്കുന്നു. ദൈവാത്മാവ് സംസാരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. രണ്ട് കൈസരിയുണ്ട്. ഒന്നാമത്തെ കൈസരിയ ഫിലിപ്പിൻ്റെ കൈസരിയാണ്. ഫിലിപ്പിൻ്റെ കൈസരിയ, ഇവിടെ നിന്നാണ് യോർദാൻ നദി ഉത്ഭവിക്കുന്നത്. ഹെർമോൻ മലയുടെ അടിവാരമാണ് ഈ കൈസരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൈസരി നിങ്ങൾക്കറിയാം, പട്ടാളക്കാരനായിരുന്ന കൊർന്നല്യോസ് പാർത്ത കൈസരിയ. ആ കൈസരിയ സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന കൈസരിയാണ്. അപ്പോൾ രണ്ട് കൈസരിയ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ഒന്ന് യോർദാൻ്റെ ഉത്ഭവമായ കൈസരിയ, നിരപ്പിൽ നിന്ന് ഒരുപാടടി ഉയരത്തിലുള്ള കൈസരിയ. രണ്ടാമത്തെ കൈസരിയ സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന കൈസരിയ. കൈസരിയുടെ പ്രത്യേകത, ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രത്യേകത, ഗ്രീക്ക് ദൈവത്തെ ആരാധിക്കുന്ന, ഗ്രീക്ക് ദൈവമായ പാൻ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ മ്ലേച്ഛത നിറഞ്ഞ ഒരു പട്ടണമാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. പാൻ ദൈവത്തെ ആരാധിക്കുന്ന അവരുടെ ആരാധന കേന്ദ്രമാണ് ഈ കൈസരി എന്ന് പറയുന്നത്. അപ്പം ഭക്ഷിച്ച്, മീൻ കഴിച്ച്, വെള്ളമൊക്കെ കുടിച്ച് അവൻ ശേഷിപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുമായി കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരി വന്നിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് ആർ എന്ന് പറയുന്നു. പകൽ സംസാരിച്ചത് കൊണ്ടാണ് വിശദീകരണങ്ങൾ കൂടാതെ വേഗത്തിൽ മുൻപോട്ട് പോകുന്നത്. നമ്മൾ ചിന്തിച്ചത് പകലില്ലാത്ത പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് ഒന്ന് തൊട്ട് പോകുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച് ആർ എന്ന് പറയുന്നു. പല ഇൻഫർമേഷനുകൾ കൊടുത്തനന്തരം പത്രോസിൻ്റെ വെളിപ്പാട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്ത മറുപടി, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാനാണ്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ കേൾക്കേണ്ടുന്ന ഒരൊറ്റ ശബ്ദം ഇതാണ്, നീ ദൈവത്തിൻ്റെ പുത്രൻ. പിശാച് ഏറ്റവും അധികം
അമർച്ചയായി കൽപ്പിക്കുന്ന, പിശാചിനെ ഏറ്റവും കൂടുതൽ അമർച്ചയായി ഒതുക്കാൻ നോക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് യേശു ദൈവപുത്രൻ എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? പെന്തക്കോസ്തുകാരായ ആളുകൾ വളരെ കുറവാണ് അത് പറയുന്നത്. ആമേൻ. യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു സൗഖ്യദായകൻ, യേശു പ്രവാചകൻ, യേശു അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫർമേഷനാണ് ഇന്നും പെന്തക്കോസ്ത് സഭയ്ക്കകത്തുനിന്ന് കേൾക്കുന്നത്. എന്നാൽ ആമേൻ അകത്തുനിന്ന് പുറത്തു വരേണ്ടുന്ന വെളിപ്പാട് എന്ന് പറയുന്നത് യേശു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മറ്റിതര ക്രൈസ്തവ മതങ്ങളൊക്കെ, ക്രൈസ്തവരല്ലാത്ത മതങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നതിലും അത് തെളിയിക്കുന്നതിലും നമ്മളെക്കാൾ ഒത്തിരി മുൻപിലാണ്. നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ അവിടെ കൂടെയുള്ള സംഘടനയിലുള്ള ആളുകളെയൊക്കെ യേശു സാധാരണ ഒരു പ്രവാചകനായിട്ടും സാധാരണ ഒരു മനുഷ്യനായിട്ടും അങ്ങനെ പഠിപ്പിച്ച് അവരവരുടെ ടാർഗറ്റ് നന്നായി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PMG ചർച്ചിനോട് പറയാം, നമ്മുടെ നാവിൽ നിന്ന് പുറത്ത് വരേണ്ടുന്ന വെളിപ്പാട് യേശു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയരെ. നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തു വരേണ്ടുന്നത് കർത്താവുമായുള്ള കയ്യടി ബന്ധത്തിൻ്റെ സാക്ഷ്യമല്ല വേണ്ടുന്നത്. അവനിൽ നിന്ന് പ്രാപിച്ച എന്തെങ്കിലും ദാനം കിട്ടിയത് കൊണ്ട് അതുകൊണ്ടാണ് അവൻ ദൈവമെന്ന് പറയാനല്ല നിൽക്കുന്നത്. ദാനം തന്നാലും തന്നില്ലെങ്കിലും അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അവനല്ലാതെ മറ്റൊരു ദൈവം ഉലകത്തിലില്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധനാരുമില്ല. ശൂന്യമേടി ചോദിക്കണം, നിന്റെ പ്രിയന് എന്താണ് വിശേഷതയുള്ളത്? അവൾ പറയും 10,000 സൂര്യചന്ദ്രന്മാരെക്കാൾ അവൻ എന്താ വിശേഷതയുള്ളവനാണ്, അവൻ സൗരഭ്യമുള്ളവനാണ്. അക്കമിട്ട് പറയുന്ന ശൂനേമി ഇടയ പെൺകുട്ടി ഒരിക്കൽ അപകടത്തിലേക്ക് കയറി ചെല്ലുകയാണ്. പ്രിയനെ അന്വേഷിച്ച് പ്രിയനെ കണ്ടോ, എൻ്റെ പ്രിയനെ കണ്ടോ എന്ന് ചോദിച്ച് വീട് വിട്ട് പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അർദ്ധരാത്രിയിൽ അവളെ ആക്രമിക്കാൻ ഒരു കൂട്ടരുണ്ടായിരുന്നു. അവളുടെ മൂടുപടം വലിച്ച കുറെ പേരെറിഞ്ഞു. ഉപദ്രവിക്കപ്പെട്ടവളായി നിൽക്കുമ്പോഴും അവളുടെ ചോദ്യം, എൻ്റെ പ്രിയൻ ഇവിടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പ്രിയനെ അന്വേഷിച്ച് ശരീരമാസകലം മുറിവേറ്റവളായി നിൽക്കുന്നവളെ പ്രിയൻ വിളിച്ച വിളിയാണ് ഈ വൾ സർവാംഗ സുന്ദരി. മനസ്സിലാകുന്നുണ്ടോ? യേശു ദൈവപുത്രനാണെന്നും യേശുവാണ് ദൈവമെന്നും അവനാണ് എൻ്റെ പ്രിയനെന്നും കൂടെ ആഴത്തിൽ അറിയുമ്പോൾ അവൻ്റെ സൗരഭ്യത്തിൻ്റെ ഒരംശം നമ്മിലേക്കും വ്യാപരിക്കും. അവൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരംശം നമ്മിലേക്കും ഉണ്ടാകും. എത്ര മുറിവുകളുണ്ടെങ്കിലും അവൻ നോക്കുമ്പോൾ നാം ഒരു ഊനവുമില്ലാത്തവരായി നിൽക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഉപദ്രവിക്കും തോറും ഇവളെപ്പറ്റി പറയുന്നത് ഇവൾ ആദിസുന്ദരി എന്നാണ്. എന്താ സൗന്ദര്യം വരാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഒരു കോസ്മെറ്റിക്സും അല്ല, ഇവിടെയുള്ള ഒരു ബ്യൂട്ടി പാർലറുമല്ല. എന്താ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി, ഉപദ്രവം ഉള്ളതാണ് സഭയുടെ സൗന്ദര്യം. മനസ്സിലാകുന്നില്ലല്ലേ? സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച ഉപദ്രവമാണ്, നമ്മൾ അനുഭവിച്ച പ്രതികൂലമാണ് നമ്മുടെ സൗന്ദര്യമെങ്കിൽ ഈ പ്രതികൂലത്തിൻ്റെ അകത്ത് സൗന്ദര്യത്തോടെ ഞാൻ പറഞ്ഞതുപോലെ, രാവിലെ പറഞ്ഞതുപോലെ സൂര്യനെ പോലെ ശോഭയും ചന്ദ്രനെ പോലെ നൈർമല്യതയും പിന്നെ കൊടികളോടുകൂടിയ സൈന്യവുമായി അവൻ്റെ മുൻപിൽ നാം ഒരിക്കൽ നിൽക്കേണ്ടുന്നതായിട്ട് വരും. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ. അപ്പോൾ കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല. അവനാണ് ഏക ദൈവം, ഏക സത്യ നിത്യ ദൈവം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ. അനന്തപുരി എത്രയൊക്കെ ആളത്വങ്ങളെ ഉയർത്തി നിർത്തിയാലും ദേവീദേവന്മാരെ ഉയർത്തി നിർത്തിയാലും നമ്മൾ ആരാധിക്കുന്നവനെ പോലെ മറ്റൊരുവനില്ല എന്ന് വിളിച്ച് പറയുന്നവരാണ് യഥാർത്ഥ ദൈവസഭ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ. പത്രോസിന് കിട്ടിയ വെളിപ്പാട് ഈ കൈസരിയിൽ വേണ്ട വെളിപ്പാട് തന്നെയാണ്. ഇങ്ങനെ പറയുന്നു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ വെളിപ്പെടുത്തി തന്നത്. ഒന്നും കൂടെ പറയാം, പിതാവിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു നിന്ന സഭ എന്ന് പറയുന്ന ആ വാക്ക് പത്രോസിലൂടെ പുറത്തു വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? സാഹചര്യം ഏതായാലും നമ്മിൽ നിന്ന് നമ്മുടെ അകത്തു നിന്നും പുറത്തു വരേണ്ടുന്ന ദൈവിക വെളിപ്പാടുകൾ പുറത്തു വരിക തന്നെ ചെയ്യണം.
സ്വോത്രം വന്നില്ല. അവൻ എത്രയൊക്കെ പ്രതിസന്ധിക്കകത്താണെങ്കിലും നമ്മുടെ അകത്ത് പകരപ്പെട്ട വെളിപ്പാടുകൾ പുറത്തു വരിക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. മുൻപോട്ട് പോവുകയാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെ തൊട്ടാണ് നാം പഠിച്ചു വരുന്നത്. 6 വിധത്തിലുള്ള വെളിപ്പാടുകളാണ് ആ 3 വാക്യത്തിനകത്ത് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഈ പാറമേൽ എന്നാണ് പറയുന്നത്. ഈ പാറമേൽ ആരാണ് പാറ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഒന്നാമത്തെ വെളിപ്പാട് ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്, സഭയുടെ അടിസ്ഥാനത്തെ പറ്റിയുള്ള വെളിപ്പാട്. സ്തോത്രം. ഈ പാറമേൽ, ഈ പാറമേൽ പെട്രാമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയുള്ള ഒരു ശക്തിക്കും ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ സഭയാണ് പണിയുന്നത്. സഭയെ പറ്റിയുള്ള ഇത്രയും ഭയങ്കരത്വമുള്ള വാക്യത്തിനായി ഞാൻ സ്തോത്രം പറയുക. ഇത്രത്തോളം ഭയങ്കരത്വമുള്ള സഭയുടെ വലിപ്പമുള്ള മറ്റൊരു വാക്യം ഇല്ല. കാരണം ഇത് പറഞ്ഞത് കർത്താവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. കരങ്ങളെ ഉയർത്തി ആമേൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് പ്രിയരേ, ഒന്നാമത്തെ വെളിപ്പാട് ഫൗണ്ടേഷനെ പറ്റിയുള്ള വെളിപ്പാടാണ്. അടിസ്ഥാനം ഞാൻ തന്നെയാണ്. രണ്ടാമത്തേത് ഞാൻ എൻ്റെ രണ്ടാമത്തെ വെളിപ്പാട് ഓണർഷിപ്പിനെ പറ്റിയുള്ള വെളിപ്പാടാണ്. ഉടമസ്ഥത ഞാൻ എനിക്കാണ്, ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. സ്തോത്രം സ്തോത്രം. PMG ചർച്ച് ജനറേഷനുകളൊക്കെ ഇങ്ങനെ മാറി 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 ആമേൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, സഭയുടെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. IPC ആണെങ്കിലും ചർച്ച് ഓഫ് ഗോഡ് ആണെങ്കിലും ഷാരോൻ ആണെങ്കിലും ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ആണെങ്കിലും സഭയുടെ ഉടമസ്ഥൻ തമ്പിജാനല്ല, ദൈവമാണ്. സ്തോത്രം പറഞ്ഞാണ്ട് പ്രിയരെ, സന്തോഷമില്ല. പോയ പോക്ക് കൊണ്ടോ? സ്തോത്രം. കുടുംബവും നമ്മുടെയല്ല, തലമുറകളും നമ്മുടെയല്ല, ഉടമസ്ഥൻ സ്വർഗമാണ്. ഞാൻ സാധാരണഗതിയിൽ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് പേരൻസിനോട് പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട പേരൻസ് ആണെങ്കിൽ, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ തലമുറകളെക്കുറിച്ച് ഒരൊറ്റ ശതമാനം പോലും ടെൻഷൻ ഉണ്ടാകരുത്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലല്ലോ, ആമേൻ പറഞ്ഞില്ല. ഒന്നുകൂടെ പറയാം. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾ ആമേൻ മാതാപിതാക്കളുണ്ടെങ്കിൽ തലമുറകളെ പറ്റി 1% പോലും ടെൻഷൻ ഉണ്ടാകരുത്. അവരെ പറ്റിയുള്ള പദ്ധതി ദൈവം നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്ന സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഉദാഹരണം പറഞ്ഞത്. മാറിപ്പതയ്ക്കാൻ ഒരു മറുശീല ഇല്ലെങ്കിലും കർത്താവ് കിടക്കുന്ന അവൻ പശുത്തൊട്ടിയിലാണെങ്കിലും വാഗ്ദത്തമുള്ളവനാണിവൻ. ഇപ്പോഴത്തെ കിടപ്പ് കണ്ടിട്ട്, ഇപ്പോഴത്തെ വീട് കണ്ടിട്ട്, ഇപ്പോഴത്തെ പരിതാപകരമായ സാഹചര്യം കണ്ടിട്ട്, ഇപ്പോഴത്തെ അവൻ സ്വഭാവം കണ്ടിട്ട് തലമുറയെ വിലയിരുത്തരുത്. അവനെ പറ്റിയുള്ള വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം പറയണം. സ്തോത്രം സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതാണ്, നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഒരളവുകോലിനകത്തെ ആൾക്കാരെ കൊണ്ട് വെക്കത്തുള്ളൂ. ഒരു ബൗണ്ടറിക്കകത്ത് എന്ത് ചെയ്യത്തുള്ളൂ? ഇന്നടുത്ത് ഇന്നാരുടെ മോന്, ഇന്നടുത്ത് ഇന്നാരുടെ മോള്. ഓ അവനല്ലേ, ഓ അവളല്ലേ. സ്വത്രം സ്വത്രം. വചനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴിൽ എന്ത് ചെയ്യരുത്? വെക്കരുത്. സ്വത്രം. പറയെന്തുവാ? പറ എന്താന്ന് പറ. നെല്ല് അളക്കുന്ന സാധനമല്ല, നെല്ലളക്കുന്ന സാധനം. അങ്ങനെ തന്നെയാണോ പറഞ്ഞേ? നെല്ലളക്കുന്ന സാധനം. വിളക്ക് കത്തിച്ചിട്ട് പറ കൊണ്ട് എന്ത് ചെയ്യരുത്? വിളക്ക് കത്തിച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യം വേദ പുസ്തകത്തിനകത്തുണ്ട്. അതിലൊന്നാണ് വിളക്ക് കത്തിച്ചിട്ട് എന്ത് ചെയ്യരുത്? പറ കൊണ്ട് പറയുടെ കീഴിൽ വെക്കരുത്. ഒരളവാണ്. ഇന്നടുത്ത് ഇന്നാരുടെ ഇന്ന വീട്ടിലെ ഇന്ന. മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം. അങ്ങനെ മൂടിയാൽ വിളക്ക് എന്ത് ചെയ്യും? സ്വത്രം സ്വത്രം. പണ്ടൊക്കെ ഈ പവർ കട്ട് ഉണ്ടായിരുന്നു. ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അരമണിക്കൂർ. അത് മറക്കാൻ സാധ്യതയില്ല. കാര്യം ആ സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം കറണ്ട് കൂടി പ്രാർത്ഥിച്ചോ, 8 മണി എന്ന് പറയുന്ന സമയം കറണ്ട് വരാറാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിരിക്കും. ആ കറണ്ട് കെട്ട് അന്നൊരു ഭാഗ്യമായിരുന്നു. കാര്യം പ്രാർത്ഥിക്കുമല്ലോ. സ്വത്രം. എനിക്ക് നിങ്ങളെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ആമേൻ. ഇപ്പം അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വത്രം. എന്തായാലും അവൻ ആ സമയത്ത് പണ്ടത്തെയൊക്കെ വീട്ടിൽ എമർജൻസിയൊക്കെ വരുന്നതിന് മുമ്പ് മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നോ?
ഉണ്ടായിരുന്നു. അവൻ കറണ്ട് വന്നതിന് ശേഷം ഊതിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെക്കും. പിറ്റേ ദിവസം പവർ കട്ട് വരെ വിളക്ക് ഏതിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കാർക്കും അറിയത്തില്ല. കട്ടിലിൻ്റെ അടിയിൽ കാണും, ചിലപ്പം മേശയുടെ മൂലയ്ക്ക് കാണും, പാതകത്തിൻ്റെ ചോട്ടിൽ കാണും. എവിടാണെന്ന് നമ്മൾ തപ്പിയാൽ കിട്ടത്തില്ല. എന്നാൽ കറണ്ട് പോകുന്നതിന് ചെറിയ മിനിറ്റ് മുമ്പ് നല്ല അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആദ്യം ചെയ്യുന്നത് വിളക്ക് തപ്പിപ്പിടിക്കുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്തിനാ തപ്പിപ്പിടിക്കുന്നത് ചോദിച്ചാൽ അമ്മച്ചിക്കറിയാം, അപ്പച്ചനറിയാം. അല്പം മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ കറണ്ട് പോകും. കറണ്ട് പോയാൽ എത്ര അളന്നാലും ഇവൻ ഡൈനിങ് ടേബിൾ വരണം, ഇവൻ മേശപ്പുറത്ത് വരണം. മനസ്സിലാകുന്നുണ്ട് ഈ പറയുന്നത്? എത്രയൊക്കെ അളന്നാലും വിളക്കിനോട് പറയാം, എത്രയൊക്കെ പറ കൊണ്ട് മൂടിയാലും ദേശത്തിരുട്ട് വ്യാപരിച്ചാൽ നിന്റെ തലമുറ വിളക്ക് പോലെ തണ്ടിന്മേൽ കയറുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. ആരൊക്കെ തട്ടിക്കളിച്ചാലും ആരൊക്കെ ഇട്ടുകളഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, വിശ്വാസത്തോടെ പറയാം, വിളക്ക് അന്വേഷിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്നത് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ്. സ്വത്രം വിശദീകരിക്കുന്നില്ല പ്രിയരെ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, അങ്ങനെ അളക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇടയ്ക്കെല്ലാം ഉണ്ട്. അളക്കുക, ഇന്നടുത്ത് ഇന്നയാൾ, ഇന്നയിടത്ത് ഇന്നയാൾ. സ്തോത്രം. നമുക്കിഷ്ടമില്ലാത്ത ആള് പാട്ട് പാടിയാൽ നമ്മൾ അംഗീകരിക്കുമോ? പൊതുവെ കോട്ടയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഭകളുണ്ട്. അത്തരം ഇന്ന സഭക്കാർ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല? നിങ്ങളുടെ ഉണ്ടോ? പള്ളിയിലുള്ളവരെല്ലാം കണ്ണ് അവങ്കൽ പതിഞ്ഞെന്ന് പറഞ്ഞ പോലെ കണ്ണിങ്ങനെ പതിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളിവിടെ വാ, അങ്ങോട്ട് പോ, ഇവിടെ വാ. സ്തോത്രം. നമുക്കിഷ്ടമുള്ള ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കൈയടിക്കും, അല്ലെങ്കിൽ പറയും, എഴുന്നേറ്റ് ഓടും, നടക്കും, ചാടും. ഇഷ്ടമില്ലെങ്കിലോ? സ്തോത്രം. അതെന്തോ ആത്മാവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർ വീട്ടിൽ പിണക്കം ഉണ്ടെങ്കിൽ ഞായറാഴ്ച അത് തീർക്കും, തിരുവത്താഴം എടുക്കത്തില്ല, സ്തോത്രം. ആരാധിക്കത്തില്ല, കൈയടിക്കത്തില്ല, പാട്ട് പാടത്തില്ല. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ 7-8 മാസം അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ അരയ്ക്ക് താഴോട്ട് കാല് പോലും ഇല്ലെന്നുള്ള രീതിയിൽ യൂറിനൊക്കെ കിടക്കയിൽ പോകുന്ന എന്നെ എഴുന്നേൽപ്പിച്ചത് കർത്താവാണെങ്കിൽ എങ്ങനെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയും? സ്തോത്രം. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, വിശദീകരിക്കുന്നില്ല പ്രിയരെ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഒന്നാമത്തെ വെളിപ്പാട് ഫൗണ്ടേഷനെ പറ്റിയുള്ള വെളിപ്പാടാണ്, ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ചാണ്. രണ്ടാമത്തെ വെളിപ്പാട് ഓണർഷിപ്പ് ഓഫ് ദ ചർച്ചാണ്, ഓണർ ഓഫ് ദ ചർച്ചാണ്. ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. മൂന്നാമത്തേത് ഞാനാണ് പണിയുന്നവൻ, ഞാനാണ് ബിൽഡർ. മൂന്നാമത്തെ വെളിപ്പാട്. സ്വത്രം പറഞ്ഞാൽ പ്രിയരെ, അവനാണ് പണിയുന്നത്, അവൻ പണിതാൽ പൂർത്തീകരിപ്പിക്കാൻ അവൻ ശക്തനാണ്. വേഗത്തിൽ എനിക്ക് മുൻപോട്ട് പോകണം. നാലാമത്തെ വെളിപ്പാടാണ് വായിച്ചത്. സഭയെ പാതാള ഗോപുരങ്ങൾ അവനെ ജയിക്കുക ഇല്ല. ഒന്ന് കരങ്ങൾ ഉയർത്തി പറ, പാതാള ഗോപുരങ്ങൾ അവനെ ജയിക്കത്തില്ല. ഭയപ്പെടുത്താനല്ല, അവിടെയും എനിക്ക് സഭ പണിയാൻ അധികാരമുണ്ടെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് പ്രിയരെ, ആമേൻ. ബിൽഡർ കർത്താവാണ്. നാലാമത്തെ വെളിപ്പാട് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്, പ്രൊട്ടക്ഷനാണ്. ജയിക്കത്തില്ലെന്ന്, ജയിക്കുകയല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പ്രൊട്ടക്ഷൻ ഓഫ് ദ ചർച്ച്. നാലാമത്തെ വെളിപ്പാട്. അഞ്ചാമത്തെ വെളിപ്പാട് അതോറിറ്റി ഓഫ് ദ ചർച്ചാണ്. അതോറിറ്റി, അധികാരമാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതോറിറ്റി, അധികാരമുള്ളൊരു സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, സഭയ്ക്കൊരു അധികാരം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സ്തോത്രം പറ. നമ്മുടെ പ്രാർത്ഥനകൾ അധികാരത്തിലുള്ള പ്രാർത്ഥനയായി മാറണം. നമ്മുടെ ആരാധനകൾ അധികാരത്തോടെയുള്ളതായിരിക്കണം. നമ്മുടെ ശുശ്രൂഷകൾ അധികാരത്തോടെയുള്ളതായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്താ അധികാരം? ദൈവമക്കൾ എന്ന അധികാരം. സ്തോത്രം. നമ്മൾ ഈ ഏരിയ പോലും ഇല്ലാത്തവരാണെന്നുള്ള നിലയിലാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളൊക്കെ. ദൈവമക്കൾ എന്നുള്ള അധികാരം എന്താണെന്ന് അറിഞ്ഞ് ആ അധികാരത്തിൽ വേണം പ്രാർത്ഥിക്കാൻ.
മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. എന്താ അധികാരം? ഞാനൊന്ന് പറയാം. എനിക്ക് പെങ്ങളുണ്ട്, അവളുടെ പേര് ഫേബ എന്നാണ്. ആമേൻ. എനിക്ക് 5 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഇല്ല, ഒന്നേ ഉള്ളൂ, തോമാച്ചൻ. ആമേൻ. 5 മക്കളുണ്ടെന്നിരിക്കട്ടെ. എൻ്റെ പെങ്ങൾക്ക് മക്കളൊന്നുമില്ല. സ്വത്രം. വിവാഹം കഴിഞ്ഞിട്ട് 10-15 വർഷമായി, അവൾക്ക് ഒരു കൊച്ചുമില്ല. എൻ്റെ വൈഫ് ലിഡിയ വന്നിട്ട് പറയുകയാണ്, അച്ചാച്ചൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ, നമുക്ക് 5 പേരില്ലേ, ഒരെണ്ണം ഫേബയ്ക്ക് കൊടുത്താൽ എന്താ? അത്ര എന്നെ കടന്നവൾ നിർബന്ധിച്ചെന്നിരിക്കട്ടെ, കൊടുക്കച്ചാച്ച, നിങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, നിങ്ങൾ ഒരു അപ്പൻ്റെ മക്കളല്ലേ, നമുക്ക് 5 എണ്ണം എന്തിനാ, 4 എണ്ണം പോരെ, ഒരെണ്ണം കൊടുക്ക്. എത്രയൊക്കെ അവൾ തേനും പാലും കൊണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ 5 എണ്ണത്തിൽ 1 കൊടുക്കില്ല. നിങ്ങൾ കൊടുക്കുവോ? കൊടുക്കത്തില്ല. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിന് ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ, 1.25 മകനില്ലായിരുന്നു. ഒറ്റ മകനായിട്ട് നമുക്ക് വേണ്ടി ആ ഒരൊറ്റ മകനെ തന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. എന്നോടുള്ള സ്നേഹം നിമിത്തം അവൻ സ്വന്തം മോനെ എനിക്ക് വേണ്ടി തന്നെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് സ്വന്തം മകനെ ഇങ്ങോട്ടേക്ക് അയച്ചു. മനസ്സിലാകുന്നുണ്ടോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ തന്നെ അവൻ എൻ്റെ അപ്പനായി മാറി. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരം. ഈ അധികാരം തിരിച്ചറിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. നാം മക്കളാണ്, അവൻ അപ്പയാണ്. ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറയാൻ പ്രിയരെ, ദൈവവുമായി ചുമ്മാ കയ്യടി ബന്ധത്തിൽ ഇരിക്കരുത്, അപ്പനും മകനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറി വരണം. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, അതോറിറ്റി തന്നിട്ട് പറയുന്നു, ഇത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, നമ്മൾ പകല് ചിന്തിച്ചതാണ്, ഭൂമിയിൽ കെട്ടാൻ അധികാരം ഒരൊറ്റ കൂട്ടർക്കുണ്ടെങ്കിൽ അത് സഭയ്ക്കേ ഉള്ളൂ. ബലവാനെ പിടിച്ചു കെട്ടാതെ അവൻ കവർന്ന കൊള്ള അവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ലെങ്കിൽ ആത്മാവിൽ പറയാം, ബലവാന്മാരെ പ്രാർത്ഥനയിൽ കെട്ടണം. സ്തോത്രം. അഴിക്കാനും ദൈവമക്കൾക്ക് അധികാരമുണ്ട്. അഴിക്കുന്ന കാര്യവും അധികാരവും ഒക്കെ പറഞ്ഞാണ് 3 ആയുധത്തെ ഓർപ്പിച്ചാണ് ഞാൻ പകലത്തെ സെഷൻ അവസാനിപ്പിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നും കൂടെ പറയാം. കർത്താവ് ജയിച്ച ഒന്നിനെയും സഭ എന്ത് ചെയ്യരുത്? ഭയപ്പെട്ടു പോകരുത്. കർത്താവ് ജയിച്ചത് 4 വിധ ശത്രുക്കളെയാണ്, 4 വിധ എതിരാളികളെയാണ്. ദൈവസഭയും 4 പേരെയും 4 ആയുധം കൊണ്ട് ജയിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഒന്നാമത്തെ പ്രതിസന്ധി, ഒന്നാമത്തെ എതിരാളി ലോകമാണ്. ജയിക്കേണ്ടുന്ന ആയുധം വിശ്വാസം എന്ന ആയുധം കൊണ്ടാ. സ്വത്രം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകം മുൻപിൽ മോടിയോട് ലോകം മുൻപിൽ ആഡംബരത്തോടെ നിൽക്കുമ്പോൾ, ലോകം ഭ്രമിപ്പിക്കാൻ നിൽക്കുമ്പോൾ വിശ്വാസം കൊണ്ട് ജയിക്കണം. സ്വത്രം പറ. സ്വത്രം. വിശ്വാസം ഒരു പരിചയ കേട്ടോ, പരിചയമില്ലാതെ പോകരുത്. ഗോലിയാത്ത് വീഴാൻ കാരണം എന്നറിയാമോ? ഏറൊരു ഭാഗത്തുണ്ട്. ഒരു കാര്യം വസ്തുത വചനം ഇങ്ങനെ പറയുന്നത്, പരിചയക്കാരൻ മുമ്പേ നടന്നു. പരിചയക്കാരൻ അവന് യുദ്ധവേദ, അവരിങ്ങനെ പോയി കൃത്യം പരിചയക്കാരില്ലാത്ത കൊണ്ട് എന്ത് ചെയ്തു? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഗോലിയാത്തോ ഏറോ പരിചയോ അങ്ങനെ ഇരിപ്പൊക്കെ. പരിചയക്കാരനില്ലാതെ പോയി, അവൻ മുമ്പേ പോയപ്പം കൃത്യ സ്പേസ് കിട്ടി. ഇച്ചിരി സ്പേസ് മതി. മനസ്സിലാകുന്നുണ്ടോ? അതായത് എറിഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാം, പകൽ ഓർപ്പിച്ചതുപോലെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ആയുധമായിട്ടാണ് ദാവീദ് മുമ്പേ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഫെലിസ്തീന് പിടികിട്ടാത്ത ആയുധമായിട്ട് വന്നവന് വേണ്ടി ദാവീദ് പോലും അറിയാതെ അവനെ എറിയാൻ വേണ്ടി സ്പേസും കൂടി ഇട്ട് കൊടുത്തു നമ്മുടെ ദൈവം. സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ,
അവൻ എറിയാൻ മനസ്സ് വെച്ചാൽ ദൈവം വഴി തുറക്കാനും ശക്തനാണ്. ഏറിക്കൊള്ളാനുള്ള സ്ഥലം ദൈവം ഒരുക്കി ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വാളും മഴുവും കത്തിയും കുന്തവും എല്ലാം ഫെലിസ്തീനറിയാം. അറിയത്തില്ലേ? അവനറിയാം. അവനല്ലേ കാച്ചിക്കൊണ്ടിരിക്കുന്നേ. കവണ പോയിട്ടുണ്ടോ? ഇല്ല, കവണ അവൻ്റെ കയ്യിൽ പോയിട്ടില്ല. കവണ ദാവീദിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. സ്തോത്രം, സ്തോത്രം. ആരും കണ്ടിട്ടില്ലാത്ത ആയുധമായിട്ട് വേണം ദൈവമക്കൾ എഴുന്നേൽക്കാൻ. അപ്പോൾ ഒന്നാമത്തെ ആയുധം വിശ്വാസം എന്ന ആയുധമാണ്. ലോകത്തെ എന്ത് ചെയ്യണം? പരാജയപ്പെടുത്തി മുൻപോട്ട് പോകണം. രണ്ടാമത്തെ എതിരാളി എന്ന് പറഞ്ഞ പാപമാണ്. പാപം നമ്മിൽ കർത്തൃത്വം നടത്തരുത്. കാരണം നാം കൃപയ്ക്ക് അധീനരാണ്. കൃപയ്ക്ക് അധീനരായത് കൊണ്ട് പാപം നമ്മിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. സ്വത്രം പറഞ്ഞാണ് പ്രിയരേ, പാപം നമ്മുടെ മേൽ ഇങ്ങനെ കയറി വരുമ്പോൾ കൃപയാൽ അതിനെ ജയിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മൂന്നാമത്തേത് എന്താ പറഞ്ഞേ? പിശാചിനെ എങ്ങനെ ജയിക്കണം? വചനം കൊണ്ട് ജയിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത് 40 ദിവസങ്ങൾ ഉപവസിച്ചിട്ടാണ്. 40 ഗുണം 24 960 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് 3.5 വർഷത്തെ ശുശ്രൂഷ കർത്താവ് തുടങ്ങിയത്. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചോദിക്കട്ടെ, ഉപവാസമല്ലേ? എത്ര നേരം പ്രാർത്ഥിച്ചു? എത്ര നേരം പ്രാർത്ഥിച്ചെന്നേ? സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത് കഴിഞ്ഞ മാസമാണ് ഞാൻ ഓർക്കുന്നത്. അന്നും മുതലേ കിട്ടുന്ന സമയം മുഴുവൻ ഇവിടെ വന്ന് പറയാനായിട്ടുള്ള പ്രിപ്പറേഷനും പ്രാർത്ഥനയിലുമായിരുന്നു. സ്തോത്രം പറഞ്ഞ അടിപ്രിയരേ, ഞാൻ കുറച്ചു നേരം മാത്രമാണ് മുറിയിൽ കിടന്നുറങ്ങിയത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പ്രാർത്ഥനയോടെ നടക്കുകയായിരുന്നു. ഇവിടെ വന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രമാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 960 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് 3.5 വർഷത്തെ ശുശ്രൂഷ കർത്താവ് തുടങ്ങിയത്. 3.5 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ. 3 ലോകവും മുട്ടുമടക്കി. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ ജയിച്ചു തന്നെ നിൽക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബം എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. സ്തോത്രം. അപ്പം വചനം കൊണ്ട് എന്ത് ചെയ്യണം? പിശാചിനെ എന്ത് ചെയ്യണം? നാലാമത്തെ കാര്യം മരണം. മരണത്തെ ജയിക്കുന്നത് മരണം വരിച്ചുകൊണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? മരണത്തെ ജയിക്കുന്നത് മരണം ഇല്ലാതെ ഓടി ഓടി പോകുമ്പോഴല്ല മരണത്തെ ജയിക്കാൻ കഴിയുന്നത്. മരണത്തെ ജയിക്കണമെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പണിയുടെ വിവരം അടുത്ത ഈ പാരഗ്രാഫിൽ കിടപ്പുണ്ട്. പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് ശിഷ്യന്മാരെല്ലാം കൂടെ മാറ്റി നിർത്തി കർത്താവ് പറയാണ്, മക്കളെ, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നെ ഗത്സമനയിൽ വെച്ച് പിടിക്കും. ഗത്സമനയിൽ പിടിച്ചിട്ട് കാൽവറി വരെ അടിസ്ഥാനങ്ങൾ തോണ്ടുന്നത് പോലെ എന്നെ എന്ത് ചെയ്യുന്നറിയാമോ? അവർ ഉപദ്രവിക്കാൻ തുടങ്ങും. ഉപദ്രവിച്ച് കാൽവറിയിൽ വെച്ച് ഞാൻ മരിക്കും. സ്തോത്രം. മരിക്കുന്ന വിധവും മരിക്കുന്ന രീതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ താക്കോൽ ഉണ്ടായിരുന്ന പത്രോസ് പറയാണ്, ഇങ്ങനെയാണ് ഈ പണിയെങ്കിൽ വേണ്ട. ഉണ്ടോ? നമുക്കെല്ലാവർക്കും എളുപ്പമല്ലേ? പാതാള ഗോപുരങ്ങൾ ജയിക്കുകയല്ല, സഭ പണിയെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം വരും, കയ്യടി വരും. പക്ഷെ പണിയുന്ന റൂട്ട് ഇങ്ങനെയാ. ഇത് പറയുമ്പോൾ സ്വത്രം പോകും. പണിയുന്ന പണിയുടെ വിധം പറഞ്ഞു കൊടുത്തപ്പോൾ പത്രോസ് പറയാ, താക്കോൽ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ ഇന്ന രീതിയിലാണ് പണിയെങ്കിൽ വേണ്ട. കർത്താവിൻ്റെ അടുക്കൽ ഇവൻ ഇങ്ങനെ പണിയത്തില്ലെന്ന്, പണിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് അവനെ ശാസിച്ചു എന്നാണ് വചനത്തിൽ വായിക്കുന്നതെങ്കിൽ പണികൾക്കെതിരെയുള്ള ഒരു വാക്ക് പോലും എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അവൻ ശാസിക്കും. ആത്മാവിൽ പറയാം, PMG ചർച്ചിനോട് പറയാം, ദൈവസഭയ്ക്കെതിരെ, അവൻ പണികൾക്കെതിരെയുള്ള സകല വാക്കുകളുടെ അധികാരങ്ങളെയും വാക്കുകളുടെ സ്വാധീനങ്ങളെയും എൻ്റെ ആത്മാവൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കപ്പെടുന്നു. പണിയ് ഇന്ന വിധമാണെന്ന് അറിഞ്ഞപ്പോൾ ഭയമകത്തുണ്ടായി. പത്രോസ് ഭയന്നത് കൊണ്ടും ശിഷ്യന്മാർ ഭയന്നത് കൊണ്ടും പണിയാതിരിക്കുവോ? പറ.
ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ വാ. അമേ പെട്ടെന്ന് എനിക്ക് നിർത്തണം. അമേ എനിക്ക് മുണ്ടക്കയം വരെ പോകണം. അതിലേക്കാട്ട് ദൂരത്തുള്ളവരുണ്ടോ അതിനകത്ത്? സ്വത്രം. ഗത്സമനെ വെച്ച് പിടിച്ചു. കാൽവറി വരെയുള്ള വിസ്താരങ്ങളും ഉപദ്രവവും അടിയും ഇടിയും ചമ്മട്ടിയും എല്ലാം സഹിച്ചിട്ട് കാൽവറിൽ കർത്താവിനെ ക്രൂശിച്ചു. ക്രൂശിച്ചില്ലേ? ക്രൂശിച്ചു. സ്വത്രം. സ്വത്രം. പകലത്തെ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞത്, ആമേൻ, ഫിനിഷ്ഡ് വർക്ക് ഓഫ് ഗോഡ് ടെറ്റലസ്റ്റായി. നിങ്ങൾ കേട്ടോ? കേട്ടോ? നിങ്ങൾ അന്നേരം കഥക്ക് പുറകോട്ട് നോക്കുമായിരുന്നു. നിങ്ങൾ അന്നേരം പോകാൻ തുടങ്ങുമായിരുന്നു. കേട്ടവർക്കായി സ്വത്രം പറയാ. ക്രൂശിക്കപ്പെട്ടപ്പോൾ ഫിനിഷ്ഡ് വർക്ക് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. നിങ്ങൾ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഭാഗത്തുള്ള ശുശ്രൂഷ ക്രൂശിൽ വെച്ച് കംപ്ലീറ്റ് ആയി, ടെറ്റലസ്റ്റായി. വാക്കി കിടപ്പുണ്ടല്ലോ, പണിയും. ആര് പണിയും? അത് നമ്മൾ പണിയണം. ഇവിടെ ഉണ്ടോ? നമ്മൾ പണിയണം. നമ്മൾ അവൻ്റെ കൂട്ടുവേലക്കാരാണ്. നാം പണിയണം. മർക്കോസിന് സുവിശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. എഴുന്നേൽക്കാനും പണിയാനും പോകാനും PMG തയ്യാറായത് കൊണ്ടാണ് കർത്താവ് അവിടെ ഇരുന്നത്. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നന്ദിയോടെ കർത്താവിന് സ്വത്രം പറഞ്ഞാട്ട് പ്രിയരേ. സ്വത്രം. കർത്താവിൻ്റെ ഭാഗം കർത്താവ് കംപ്ലീറ്റ് ചെയ്ത് പണി ബാക്കി കൂട്ടുവേലക്കാരായ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പണിതത് പോലെയല്ലേ നമുക്കും പണിയാൻ പറ്റൂ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? കർത്താവ് മരിച്ച് അടക്കപ്പെട്ടാണ് പണിതെങ്കിൽ നമ്മളും അങ്ങനെ തന്നെയല്ലേ പണിയേണ്ടുന്നത്? സ്വത്രം. നമ്മളും എന്ത് ചെയ്യണം? സമ്മതിക്കണ്ടേ? നമ്മളും സറണ്ടർ ആകണ്ടേ? മരിക്കാൻ. നമ്മൾ ചത്താലും എന്ത് ചെയ്യത്തില്ല, ചത്താലും എന്ത് ചെയ്യത്തില്ല. സ്വത്രം. ദൈവമക്കളുടെ സ്നേഹത്തോടെ ഞാൻ പറയാം, മരിക്കാൻ സമ്മതിച്ചാൽ, മൂക്കിപ്പഞ്ഞു വെക്കുന്ന കാര്യമല്ല കേട്ടോ, തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാലും അവൻ സമ്മതിച്ചാൽ ഉറപ്പാണ് അവൻ പണിയും. ഓ, നിങ്ങളിവിടെ ഇല്ല. നിങ്ങളൊന്ന് വായിക്കോട്ടെ വിടാതെ സ്വത്രം പറ. സ്വത്രം. പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല. സാധാരണഗതിയിൽ അരി ഇടുമ്പോഴത്തേക്കും പൂവൻകോഴിയാണ് പെടക്കോഴിയാണ് ആദ്യം വന്ന് കൊത്തുന്നേ? അറിയത്തില്ല. കോഴി കണ്ടിട്ടില്ലേ? അരി ഇടുമ്പം ആദ്യമേ പൂവൻകോഴിയാണ് പെടക്കോഴിയാണ് വന്ന് കൊത്തുന്നേ? പെടക്കോഴിയാന്ന്. സംശയമുണ്ടോ കരുതി? പെടക്കോഴി ആദ്യം വന്ന് കൊത്തുന്നത്. ഈ പൂവൻകോഴിയാണെങ്കിൽ കൊട്ടയുണ്ടോ വലയുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കാൻ കാര്യം, ഇങ്ങോട്ട് നോക്കാൻ കാര്യം, ഇവിടെ കൊത്ത് കൂടുതൽ. സ്വത്രം. അടുത്ത് വന്ന് നോക്കണം. നിങ്ങൾ എല്ലാവരും ഗ്ലാസ് ആയതുകൊണ്ട് കണ്ണടച്ചാണോ ഇരിക്കുന്നത് ഒന്നും ഒരു പിടിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, മരിക്കാൻ ഏൽപ്പിക്ക് അവൻ പണിയും. നമ്മെ കൊണ്ട് തന്നെ പണിയിക്കും. ഇതിനകത്ത് നമുക്കൊരു റോളുമില്ലെന്ന് ആദ്യം പഠിക്കണം. അവനാണ് പണിയുന്നത്. അവൻ പറഞ്ഞതുപോലെ, അവൻ പണിതതുപോലെ പണിയാൻ മനസ്സുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കുടുംബം അന്യാധീനപ്പെട്ടു പോകത്തില്ല, കുടുംബം തകർന്നു പോകത്തില്ല, തലമുറ തകർന്നു പോകത്തില്ല. പണിയെ ദൈവം പൂർത്തീകരിപ്പിക്കും. എൻ്റെ അപ്പ പറയുന്നൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ പിതാവ് പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മളൊക്കെ വീട് പണിയുന്ന ആൾക്കാരല്ലേ? ഇല്ലേ? പറ. അതെ, നിങ്ങളൊന്ന് ഉറക്കെ പറ. വീട് പണിയുന്നോ? പണിയും. ഒരു കട്ട പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, മണൽ തള്ളിയിട്ടില്ല, സിമൻറ്റ് കുഴച്ചിട്ടില്ല. എനിക്ക് മേസ്തിരി പണിയേ അറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വീട് പണിതു. പണിതത് ഇന്നടത്ത് ഇന്ന മേസ്തിരിയാണ്, ഇന്നടത്ത് ഇന്ന എൻജിനീയറാണ്, ഇന്നടത്ത് ഇന്ന കോൺട്രാക്ടറാണ്. പക്ഷേ അവരാണ് പണിതത്. പക്ഷേ എൻ്റെ അക്കൗണ്ടിലാണ് പണി. ഞാൻ പണിതെന്നേ പറയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം പറഞ്ഞാട്ട് പ്രിയരേ. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിന്നാൽ മതി. പണിയുന്നത് കർത്താവാണ്. ഈ പണിക്ക് നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നാം അവൻ്റെ കൂട്ടുവേലക്കാരാണ്, കോ ബിൽഡേഴ്സ് ആണ്. അവൻ്റെ സഭ പണിയാൻ നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇനി എൻ്റെ വീട് പണിത മേസ്തിരി 1500 രൂപ 1500 രൂപ ഇവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1500 രൂപ ഒരു ദിവസം കൂലി മേടിച്ചിട്ട് എന്ത് ചെയ്യും? അവൻ്റെ വീട്ടിൽ പോകും. അങ്ങനല്ലേ? പറ. അതെ, സ്വത്രം. ഞാൻ ഒരിക്കൽ പോലും പിറ്റേ ദിവസം എവിടെ താമസിക്കുന്നേ 1500 രൂപ മേടിച്ചില്ലേ?
ഞാൻ അവൻ്റെ വീട് തപ്പിയൊന്നും ഞാൻ പോകാറില്ല, കൂലി കൊടുത്ത് വിടത്തേ ഉള്ളൂ. സ്വത്രം. എൻ്റെ പിതാവിനോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കാരണം പറയാം. സ്വത്രം. കർത്താവ് വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് അവൻ വിളിച്ചതാണ് നമ്മളെല്ലാം. സ്വത്രം. പക്ഷെ ഇവിടുത്തെ പണിക്കൊരു പ്രത്യേകത, പണിതുകൊണ്ടിരിക്കുന്നവനെ അതിനകത്ത് തന്നെ താമസിപ്പിക്കും. അതാണ് പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? അവൻ PMGയിലെ ദൈവമക്കളോട് പറയാം, ദൈവദാസന്മാരോട് പറയാം, നമ്മൾ പണിയുക മാത്രമല്ല പണിതിട്ട് അതിനകത്ത് പാർക്കുകയും ചെയ്യുന്നവരാണ്. കൂലി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാനിരിക്കരുത്, പണിയെല്ലാം കഴിഞ്ഞിട്ട് നരകത്തിൽ പോകാനിരിക്കരുത്. പണിയുന്ന ഒപ്പം തന്നെ ഇതിനകത്ത് കയറാൻ ആവോളം മനസ്സ് വെച്ചോ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ അടിപ്രിയരെ, അങ്ങനെ മരിക്കാൻ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും പറയാം അവൻ പണിയുക തന്നെ ചെയ്യും. സൈലന്റ് ആകണം. ഇനി ഒരു വാക്ക് കൊണ്ട് പോലും എതിര് പറയരുത്, ഒരു വാക്ക് കൊണ്ട് പോലും തെറ്റിദ്ധാരണ വരരുത്. നാം സൈലന്റ് ആകണം. ഈ കോട്ടയത്തൊക്കെ മിക്കവാറും കാണുന്നൊരു കാര്യമാണ്. ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു, ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ ഇവിടെ ഉണ്ടോ? എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ. പുതിയ നിയമസഭയുടെ വ്യവസ്ഥ ഞാൻ പറയാം, ഒരൊറ്റയാളുടെ പേര് പോലും അവൻ എഴുതി വെച്ച് അവൻ സന്ദർശിക്കണമെന്ന് എന്ത് ചെയ്യരുത്, പ്രാർത്ഥിച്ചേക്കരുത്. ആ സ്തോത്രം പോയ പോക്ക് കണ്ടോ? നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെല്ലാം അന്നത്തെ യുദ്ധങ്ങളും അന്നത്തെ വിടുതലുകളും അന്നത്തെ ഇടിമഴ എല്ലാം കിടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്രശ്നം വരുമ്പോൾ എഴുതാൻ തുടങ്ങുന്നത്. അവളെ കുഞ്ഞമ്മ സന്ദർശിക്കണം എഴുതിയിട്ടുണ്ട്, വെട്ടാൻ പരിശുദ്ധാത്മാവ് പറയുക. പുതിയ നിയമസഭയ്ക്ക് അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല. ആരും പറഞ്ഞു കൊടുക്കരുത്, എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ഒന്നും പറയരുത്. അങ്ങനെ ഒരു പരിപാടി പുതിയ നിയമത്തിലില്ലെന്ന്. പുതിയ നിയമം പഠിപ്പിക്കുന്ന സൈലന്റ് ആകാനാണ്. സ്വത്രം പറഞ്ഞാട്ടെ. അവൻ കാണിച്ചതുപോലെ സൈലന്റ് ആകാൻ മനസ്സ് വെച്ചാൽ ഉറപ്പാണ് പണി അവൻ പൂർത്തീകരിപ്പിക്കും. ശമനതര ഘടകസ്ഥല ഘടകത്തുര ഘടകം. തലമുറയോടായിക്കൊള്ളട്ടെ, കുടുംബത്തിനകത്തായിക്കൊള്ളട്ടെ, ആരോടും മറുപടി പറയാൻ നിൽക്കരുത്. നീ തെളിയിക്കാൻ നിൽക്കണ്ട, ദൈവം നിന്നെ തെളിയിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. നീ മറുപടി പറയാൻ നിൽക്കണ്ട, ദൈവം മറുപടി പറയുന്ന ഒരു ദിവസം ഉണ്ടാകും. നീ സൈലന്റ് ആയിക്കോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളീ. മിണ്ടാതിരുന്നു, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. മിണ്ടാതിരുന്നു കൊള്ളുക, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും. സംസാരിക്കേണ്ടുന്നവരോട് അവൻ സംസാരിക്കും. പുതിയ നിയമത്തിൽ 3 കർത്താവിനെ തൈലാഭിഷേകം നടത്തിയ ഭാഗം നിങ്ങൾക്കറിയാം. 3 3 പേരും 3 സംഭവം ഒന്നാണെന്ന് പറയുന്നുണ്ട്, അല്ല 3 പേരും 3 പറയുന്നുണ്ട്. ഒരു സഹോദരി യേശു കർത്താവിൻ്റെ തലയിൽ എന്ത് ചെയ്തു? തൈലം ഒഴിച്ചു. 2 ഭാഗം, 2 സമയമുണ്ട്. ഒരു സഹോദരി വെങ്കൽ ഭരണി പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു? കാൽക്കൽ ഒഴിച്ചു. കാൽക്കൽ ഒഴിച്ച വിഷയം ഞാൻ പറയാം. കാൽക്കൽ ഒഴിച്ചത് പാപിനിയായ ഒരു സ്ത്രീയാണ്. സംഭവം ഒരു വിരുന്ന് വീടാണ്. വിരുന്ന് വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ വിരുന്ന് വീട്ടിൽ? ഇത് ഈ ഇരിക്കുന്ന പോലെ ഇരിക്കുവോ? ഇല്ല. വായൊന്നൊന്ന് അടക്കാവോ എന്ന് ചോദിക്കുന്ന സമയമാണ് വിരുന്ന് വീട്. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, കാണും, വർത്താനം പറയും, കെട്ടിപ്പിടിക്കും, സംസാരിക്കും. നമ്മുടെ നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത സമയമാണ് അവിടെ വിരുന്ന് വീട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് വീട്ടിൽ വന്നവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് വെങ്കൽ ഭരണി പൊട്ടിച്ചിട്ട് അവൻ്റെ കാൽക്കൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സംസാരം തുടങ്ങി. ഇവളാരാണെന്നറിയാമോ? ഇവൾ ഇന്നവളാണെന്നറിയാമോ? ഇവൻ ആരാണെന്നറിയാമെന്നിങ്ങനെ ചെയ്യത്തില്ലായിരുന്നല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ അവക്ക് വേണ്ടി ആരും സംസാരിച്ചിട്ടില്ല, അവളും സംസാരിച്ചിട്ടില്ല. പക്ഷേ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ഇവൾ പോകുന്നു എന്ന് കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറയണം. അതുവരെ ആരും സംസാരിക്കാനില്ലാതിരുന്നവൾ, ആർക്കു വേണ്ടി ആരും മിണ്ടാനില്ലാത്തവൾ, കർത്താവ് അവൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി. അവൻ പത്രോസിനെ വിരൽ വിട്ടിട്ട് പറയുന്നു, ഇവൾ ചെയ്തത് എൻ്റെ മരണത്തിന് അടക്കത്തിന്റെ ശുശ്രൂഷയാ.
മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയിൽ സുവിശേഷം പറയുമ്പോഴൊക്കെ ഇവളെ ഓർക്കുക തന്നെ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം പറഞ്ഞാട്ട് പ്രിയരെ, ആരാലും സംസാരിക്കാനില്ലാത്തവൾ, ആരാലും ഒന്നും ഇടപെടാനില്ലാത്തവർ, ആർക്കും വേണ്ടാത്ത അവൻ ഈ സഹോദരിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചില വിഷയത്തിനകത്ത് സൈലന്റ് ആയിക്കോ ദൈവദാസന്മാരെ, ദൈവമക്കളെ സൈലന്റ് ആയിക്കൊള്ളുക. അവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ഉന്നതന്മാർക്കും ഇത് ഉന്നതനും അവർക്കും ഇത് അത്യുന്നതനും നമുക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? സ്തോത്രം, 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 സ്തോത്രം. മിണ്ടാതിരിക്കണം. ദൈവസ്ഥലം എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. സ്തോത്രം പറയണമെന്നല്ല, ഒരിക്കലും പ്രതികരിക്കാൻ പോകരുത്. ഞാൻ ആരാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവളാ, അഹങ്കാരമില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നവളാ, നോ പറയരുത്. ഞാൻ ആരാധിക്കുന്നവളാ പറയരുത്. സ്തോത്രം, സ്തോത്രം പറഞ്ഞാട്ടെ. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അറിയണം ഞാൻ ആരാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾ ഞാൻ പ്രാർത്ഥിക്കുന്നവളാണ് എന്ന് പറയുമോ? ഇല്ല, പറയണ്ട. അവൻ നമ്മുടെ അപ്പനാണെങ്കിൽ നാം ആരാണെന്ന് തെളിയിക്കപ്പെടും. സ്തോത്രം. വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് പോകുക. ആറാമത്തെ വെളിപ്പാടെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ വാക്യം 20ാമത്തെ വാക്യമാണ്. വായിച്ചാട്ടെ. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇപ്പൊ സംസാരിച്ചു അതിനോട് ചേർത്ത് പറയാം. അവൻ 6ാമത്തെ വെളിപ്പാട് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ചർച്ച് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ചർച്ച്. മനസ്സിലാവുന്നുണ്ടോ? 1ാമത്തെ വെളിപ്പാട് ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. 2 ഓണർ ഓഫ് ദ ചർച്ച്. പിന്നെ ബിൽഡർ ഓഫ് ദ ചർച്ച്. അതോറിറ്റി ഓഫ് ദ ചർച്ച്, സെക്യൂരിറ്റി ഓഫ് ദ ചർച്ച്. 5 അതോറിറ്റി ഓഫ് ദ ചർച്ച്. 6ാമത്തേത് കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകതയുണ്ട് പരിശുദ്ധാത്മാവിന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ രഹസ്യ പാപങ്ങളെ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള പ്രയാസങ്ങളെയൊക്കെ രോഗങ്ങളെയൊക്കെ പരസ്യമായി നിർത്തി ഇങ്ങനെ വിസ്തരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തെ പരസ്യമായി അവൻ വിഴുപ്പലക്കുന്നത് പോലെ ചെയ്യുന്നവനല്ല പരിശുദ്ധാത്മാവ്. രഹസ്യാത്മകതയുണ്ട്. മനസ്സിലാകുന്നില്ലല്ലേ? എഴുന്നേറ്റ് മുമ്പോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് 10 പേരുടെ മുൻപിൽ നിന്റെ എല്ലാ പാപങ്ങളും നിന്റെ ജീവിതത്തിലെ ബലഹീനതകളും വിളിച്ച് പറയുന്നവനല്ല പരിശുദ്ധാത്മാവ്. അത് രഹസ്യമായി ഇടപെടുന്നവനാ. സ്തോത്രം. പോയ പോക്ക് കണ്ടോ? സ്തോത്രം. എല്ലാവർക്കും സന്തോഷം. പരസ്യമായി ചില ആൾക്കാർ പറയാറില്ലേ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരുണ്ടോയെന്ന് ചോദിക്കാറില്ലേ? കുറവ് കണ്ടുണരാൻ പറ്റുന്ന പ്രവാചകന്മാരുണ്ടോ ചോദിക്കാറില്ലേ? ഞാനിതാരോടൊക്കെ ഞാനിങ്ങനെ ഓർക്കുക, ഞാൻ ഈ കുടമെല്ലാം കൂടെ കമഴ്ത്തി വെച്ചാണ് ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല ദിവദാസനെ, നിങ്ങളുടെ ഉണ്ടോ? പ്രവാചകന്മാർ വല്ലതും ഉണ്ടോ കുറവുകൾ വെളിപ്പെടുത്തുന്ന? അത്ര ഓർത്തുകൊള്ളണം. അവൻ ആദ്യം നിന്റെ കുറവ് വെളിപ്പെടുത്തത്തില്ലേ? ഈ പ്രവാചകൻ വേണ്ട കുറവ് വെളിപ്പെടാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. കുറവ് വെളിപ്പെടാൻ പ്രവാചകന്മാർ വേണ്ട. പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ അവൻ നിന്നെ ബോധ്യപ്പെടുത്തും. മനസ്സിലാ? സ്വത്രം പറഞ്ഞാട്ടെ. പ്രവചന ശുശ്രൂഷയ്ക്കാനെതിരെല്ലാം പ്രവചിക്കുന്ന ഒരു ദേവിദാസനാണ്. പക്ഷേ അവൻ പരിശുദ്ധാത്മാവിന് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, രഹസ്യാത്മകതയുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി അവൻ ബഹുമാനിക്കുന്നവനാണ്. സന്ദർഭവശാലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷെ അറിയണം, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അവൻ നമ്മെ ബഹുമാനിക്കും, നമ്മെ ആദരിക്കുക തന്നെ ചെയ്യും. ഇത് ആരോടും പറയാതിരിപ്പാൻ അവൻ കൽപ്പിച്ചു. ഇത് എന്ന് പറഞ്ഞാൽ സഭ പണിയുമെന്നും ഞാനാണ് പണിയുന്നതെന്നും എൻ്റെ ഉടമസ്ഥതയിലാണെന്നും അവൻ എൻ്റെ മേലാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ആരോടും പറയരുത്. എന്താ പറയാനിതെന്ന് പറയാൻ 4 കാരണങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം. 1, 16-ാം അധ്യായം. നിങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതാണ്, സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ പോവുകയാണ്. 15 അധ്യായം വരെ അത്ഭുതങ്ങളുടെ പെരുമഴയാണ്. 15 അധ്യായം വരെ സ്തോത്രം. എല്ലായിടത്തും അത്ഭുതങ്ങളാണ്. രോഗവും ക്ലേശവും ഭൂതവും എല്ലാം
അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരും കുറെ അടയാളം ചോദിക്കുന്ന ആളുകളേ ഉള്ളൂ. സ്തോത്രം. ഇത് ഇത് പറയരുതെന്ന് പറഞ്ഞ് കൽപ്പിക്കാൻ കാരണം, ഒന്ന്, അടയാളം ചോദിക്കുന്നവരാ കൂടെ ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആരോടും പറയണ്ട. നീ ക്രിസ്തുവാണെന്നുള്ളത്, നീ അഭിഷിക്തനാണെന്നുള്ളത്, മിശിഹാണെന്നുള്ളത് ആരോടും പറയണ്ട. ഒന്നുകൂടെ, നീ ദൈവപൈതലാണെന്നുള്ളത്, പ്രാർത്ഥിക്കുന്നവളാണെന്നുള്ളത്, എൻ്റെ മേൽ വാഗ്ദത്തമുണ്ടെന്ന് ആരോടും പറയണ്ട. പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല കൂടെ ഉള്ളത്. അടയാളം എന്നാ ചോദിക്കുന്ന ആൾക്കാരാ. ആഹാ, അങ്ങനെയാണോ? തെളിവെന്നാ? അടയാളം എന്നാ? നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. ആ ചേച്ചി എന്ന് വിളിച്ചേ, കണ്ണു തുറന്നിരിക്കാൻ പറ, വീടരുതേ. സ്തോത്രം. അടയാളം ചോദിക്കുക. അടയാളം എന്നാ? അടയാളം എന്നാ? അടയാളം എന്നാ? ഞാൻ പ്രാർത്ഥിക്കുന്നവളാ, അടയാളം എന്നാ? തെളിവുണ്ടോ? നമ്മുടെ തന്നെ അവ ക്രൂശിക്കുകയാണ്. അടയാളം എന്താ? അടയാളമുള്ള ആളുകൾ കൂടെ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, അവൻ നിങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണ്ട. ഞാൻ ക്രിസ്തുവാണെന്ന് മിണ്ടരുത്. സ്തോത്രം പറ. സ്തോത്രം പറഞ്ഞാട്ട് പ്രിയരെ, വെളിപ്പെടുത്തണ്ട. രണ്ടാമത്തെ കാര്യം, അവൻ ഇവരുടെ കാഴ്ചപ്പാടിൽ മിശിഹ എന്ന് പറയുന്നത് വാളുള്ളവനാണ്, കിരീടമുള്ളവനാണ്, അവൻ ദൈവരാജ്യമുള്ളവനാണ്. ഈ നിൽക്കുന്ന കർത്താവ് ക്രിസ്തുവാണെന്നറിഞ്ഞാൽ പരിഹസിക്കും, അപമാനിക്കും. ഇവനാണോ ക്രിസ്തു? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നിങ്ങൾ വായിക്കോട്ടെ തന്നെ വായിക്കോട്ടെ വിടണേ, മൂക്കിക്കൂടെ വായിക്കോട്ടെ വിടരുതേ. അങ്ങനെ സ്തോത്രം. ഞാൻ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സ്തോത്രം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈവല്ലേ അല്ല, സ്തോത്രം, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ അവിടുത്തെ ഞങ്ങളുടെ ഓണറുടെ വൈഫ് ഭയങ്കര സുന്ദരിയാണെന്നാണ് വെപ്പ്. സുന്ദരിയാണെന്നാണ് വെപ്പ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചില സമയത്ത്, എൻ്റെ പേര് ബോബി എന്നായതുകൊണ്ട് ഈ പുള്ളിക്കാരി എന്നെ ബോബി എന്ന് വിളിക്കാറില്ല. മുഖത്തേക്ക് ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടത് കൊണ്ടും ഈ സാധനങ്ങളൊക്കെ തേച്ചത് കൊണ്ട് അവൾ എന്നെ വിളിക്കുന്നത് ഓവി എന്നാണ്. വേദോസം. പക്ഷേ അപ്പോൾ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ അവനോട് ചോദിക്കാറുണ്ട്, എടാ ഉണ്ണി, എത്ര നാളാണ് നമ്മളിങ്ങനെ ഓയി എന്ന് വിളിക്കുന്നത്? എനിക്കത് കേട്ടിട്ട് തന്നെ നമ്മളെ ആൾക്കാരുമൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ നന്നായിട്ട് വിളിക്കത്തില്ല. പാഷ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? പാഷേ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. പുറത്തോട്ട് വരുമ്പോൾ എങ്ങനെയാ? അപ്പോൾ ഈ പുള്ളിക്കാരി ഓവിന്ന് വിളിക്കത്തുള്ളൂ. കാപ്പി വേണമെന്ന്, കാപ്പി എന്ന് പറയത്തില്ല, ചായ വേണമെന്നൊക്കെ ചോദിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ സഹിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയപ്പം ഒരു ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പാർട്ടീഷൻ ചെയ്ത് അപ്പുറത്തെ റൂമിനകത്തുനിന്ന് ഓ എന്നൊക്കെ ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾ രണ്ടുപേരും ഓടി ചെന്നപ്പോൾ ഈ പുള്ളിക്കാർ വായ തുറന്നിരിക്കുക, കൈകൊണ്ട് കാണിക്കണം, അച്ചാനെ വിളിക്കുമോ എന്ന് പറഞ്ഞ് കൈകൊണ്ട് തീയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കോട്ടെ വിട്ടപ്പോൾ ലോക്കായിപ്പോയി. ടക്ക്. ഈ കഴിഞ്ഞ ദിവസം കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായില്ലേ? അതായത് എവിടെ? എയർപോർട്ടിലായിരുന്നോ? എയർപോർട്ടിലല്ലേ? നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായി. ഉപവാസം ജയിച്ചു സാത്ര. അപ്പോൾ ഈ ആവേശം നോക്കി, ഞാൻ തെറ്റ് പറഞ്ഞപ്പോൾ തിരുത്താൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പുള്ളിയുടെ എന്ന് പറഞ്ഞതുപോലെ വായ തുറന്നിരിക്കുക. ഞങ്ങൾ എന്നാന്നറിയാമോ, ഇത് വലിയ സുന്ദരിയൊക്കെ ഇല്ലേ, ഞങ്ങളെ പുള്ളിക്കാരുടെ ഒരു ഷാൾ എടുത്തിട്ട് വായ ചുറ്റി ഓട്ടോ പിടിച്ച് ഓട്ടോയ്ക്കകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെ, വിദഗ്ധനായ ഡോക്ടറുണ്ട്, പുള്ളി ഒരു ചെറിയ ചുറ്റിയ ഒരു സാധനമുണ്ട്, അതെടുത്തിട്ട് ടക്ക് 2 വഴി അടി ഓക്കെ ആയി. എന്നിട്ടോ വായിക്കോട്ടെ ഇങ്ങനെയല്ല ഒഴുകാണ്. ഇവിടെ ഞങ്ങളുടെ ഇങ്ങനെ വായിക്കൂടെ എല്ലാം ചെയ്യും, വെള്ളം ഒഴുകുക. അപ്പോൾ ഈ നല്ല സുന്ദരിയാണ്. പിന്നെ അവസ്ഥ നോർത്ത് നോക്കിയേ. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഇത് ആഴ്ക്കാലം മുഴുവൻ ചെയ്തോ, ചുറ്റിക്കോ. അതുപോലെ നാണക്കേടായിപ്പോയി. ഇപ്പം ആ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ ബോബി എന്ന് കൃത്യമായിട്ട് തന്നെ വിളിക്കും. ബോബി, കാപ്പി വേണമെന്ന് ചോദിക്കും, ജിലേബി വേണമെന്ന് ചോദിക്കും. അത്ര പറഞ്ഞാൽ പ്രിയരേ, ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാരണം, വായിക്കോട്ടെ വിടുകയാണെങ്കിൽ എങ്ങനെ ഇടണം, നന്നായിട്ട് തന്നെ പ്രോപ്പർ വേയിലൂടെ എന്ത് ചെയ്യണം. നിങ്ങളിവിടെ വായിക്കോട്ടെ എന്നല്ലേ പറയുന്നേ? എന്താ കോട്ടുവാ വിടുമ്പോൾ മൂക്കിക്കൂടെ വിടരുത്. പിന്നെ പോരാട്ട ബന്ധന ഉപവാസത്തിൻ്റെ 6ാമത്തെ ദിവസം തന്നെ ശത്രു വായിക്കട്ട് കയറി അടിച്ചു എന്നൊന്നും പറയരുത്. നന്നായി വായിക്കോട്ടെ വിടാത്തതുകൊണ്ടാണ്. കാരണം സ്വത്രം പറഞ്ഞാണ്ട് പ്രിയരേ, സ്വത്രം. മണ്ണർക്കാട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂതം ഇളകിയതല്ല, ഭൂതം ഇളക്കിയതാണ്. വേണ്ടാത്ത കാര്യത്തിന് ചെയ്യാൻ പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭൂതം ഇളക്കി ഭൂതം അങ്ങ് ഇളകി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭൂതം കിടന്ന് അങ്ങ് കൊണ്ടിളകി അങ്ങ് നിൽക്കുകയാണ്.
അപ്പോൾ ദൈവദാസൻ വിരൽ ചൂണ്ടി പറഞ്ഞു, യേശുവിനെ നാമത്തിൽ പോകാൻ പറഞ്ഞു. ഭൂതം കയറി വിരൽ കയറി കടിച്ചു. ഭൂതം വിരലിൽ കയറി എന്ത് ചെയ്തു? കടിച്ചു. സ്തോത്രം. ബാക്കിയുള്ള ദൈവദാസന്മാരെല്ലാവരും കൂടെ ചെല്ലുകയാണ്, പുറകെ ചെല്ലുകയാണ്. ദൈവദാസന്മാരെല്ലാം കൂടെ പറഞ്ഞു, വായ തുറക്ക് ഭൂതം, യേശുവിൻ്റെ നാമത്തിൽ വായ തുറക്കും. ഭൂതം വായ തുറന്നില്ല, ഇത് കടിച്ചു പിടിച്ചേക്കുക. അവസാനം എന്നാ എന്നറിയാമോ? ഭൂതത്തെയും ഈ പാസ്റ്ററേയും കൂടെ ഓട്ടോയിൽ കയറ്റി മന്ദിര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത് ഭൂതം മയങ്ങി കഴിഞ്ഞപ്പോൾ വായ തുറപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്നുപ്രിയരെ, എൻ്റെ ഇത്രയും സമയം പോയതിൻ്റെ കാര്യം, നിങ്ങൾ പല ആളുകളും ഇരുന്നു ഉറങ്ങി ആശ്വസിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നോക്കി ഇരുന്നാണ്ട് പ്രിയരെ. സ്തോത്രം. അങ്ങനെ മയക്കുവെടി വെച്ചിട്ടാണ്, മയക്കിയിട്ടാണ് ഭൂതത്തിൻ്റെ വായ എന്ത് ചെയ്തത്? തുറന്നത്. ആ പാസ്റ്റർ ഇപ്പോഴും ഉണ്ട് കോട്ടയത്ത്, പ്രവാചകനായിട്ടും ഭൂതശാന്തി ശുശ്രൂഷകനായിട്ടും പുള്ളി ഇങ്ങനെ വിരകിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങളിൽ സ്വതന്ത്രം പറയാൻ പ്രിയരെ, സ്വതന്ത്രം പറ. അപ്പോൾ കർത്താവ് കൽപ്പിച്ചതിന് കാരണം പറയാം. കർത്താവിൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ മനോഭാവം അനുസരിച്ച് കർത്താവിൻ്റെ കയ്യിൽ കിരീടം വേണം. ഉറങ്ങിയ ആളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? സ്തോത്രം. ഉപവാസം ജയിച്ചു. സ്വോത്ര. കർത്താവിൻ്റെ മശിക എന്ന് പറഞ്ഞാൽ വാള് വേണം, കിരീടം വേണം, പരിചയം വേണം, ആരവാരം വേണം, കൂടെ കുറേ ആൾക്കാർ വേണം. ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ അടുക്കൽ പറയരുത് ഞാൻ ആരാണെന്ന്, ക്രിസ്തുവാണെന്ന് പറയരുത്. സ്വോത്രം പറഞ്ഞാട്ടെ. മൂന്നാമത്തെ കാര്യം, പറയരുതെന്ന് പറയാൻ കാരണം നാഴിക വന്നില്ല. പറയാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ പറയാനൊരു അവസരം ദൈവം ഒരുക്കും. മനസ്സിലാകുന്നുണ്ടോ? മിണ്ടാതിരിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൈലന്റ് ആകാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആരാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ദിവസം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്വത്രം. കല്ല് പിറക്കി കളയാൻ ഒരു കാലം ഉണ്ടെങ്കിൽ കല്ല് പിറക്കി കൂട്ടാൻ ഒരു കാലം ഉണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു ചിന്ത കൂടെ പറഞ്ഞ വേഗത്തിൽ വാക്ക് അവസാനിപ്പിക്കാൻ പ്രിയരെ. ഇങ്ങനെ മെലിയത്തയിലോട്ട് റോമിലോട്ട് പോണ കപ്പലിനകത്ത് വന്നല്ലേ, കപ്പലിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചരക്കുകളെല്ലാം എടുത്ത് കടലിലേക്ക് ഇട്ടില്ലേ? ഇട്ടു. എന്നാൽ 14 ദിവസത്തെ പ്രതിസന്ധി കഴിഞ്ഞ് മെലിയത്തയിൽ കയറി 3 മാസം അവിടെ ചെലവഴിച്ച അനന്തരം ഇങ്ങനെ പത്രം വായിക്കുന്നു, അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ കപ്പലിൽ കയറ്റിക്കൊടുത്തു. ഇങ്ങനെ പറയാം, എറിഞ്ഞ് കളയാൻ ഒരു കാലം ഉണ്ടെങ്കിൽ കയറ്റിത്തരാൻ ഒരു കാലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മിണ്ടാതിരിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ നമ്മെ തെളിയിക്കാൻ ഒരു കാലമുണ്ട്. മിണ്ടാതിരുന്ന് ചുറ്റാൻ ഒരു കാലമുണ്ടെങ്കിൽ 6 ദിവസം ചുറ്റിക്കൊള്ളുക, 7ാമത്തെ ദിവസം ആർപ്പിടുക. ഒരു ദിവസം ദൈവം ഒരുക്കിയിട്ടുണ്ട്. 6 ദിവസം മിണ്ടാതെ ചുറ്റാനാണ് പറഞ്ഞത്. 6 ദിവസം മിണ്ടാതെ ചുറ്റണം. കാഹളം ഉണ്ടെങ്കിലും മിണ്ടരുത്, ഊതരുത്, ചുറ്റിയാൽ മതി. എന്നാൽ 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി ഒരുമിച്ച് കാഹളം ഊതി ആർത്തപ്പോൾ യെരിഹോ വീണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറയട്ടെ പ്രിയരെ, മിണ്ടാതിരുന്നു കൊള്ളുക. ദൈവം തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് പ്രിയരെ, സ്തോത്രം. അങ്ങനെ മിണ്ടാതിരിക്കാൻ കർത്താവ് കൽപ്പിച്ചു. 4-5 കാര്യങ്ങൾ കൂടെ പറയാനുണ്ടെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് 3 കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, താൻ മിശികയാണെന്ന് അടയാളം ചോദിക്കുന്ന ആളുകളാണ് കൂടെയുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചില ആൾക്ക് ഇങ്ങനെ സംശയം ചോദിക്കുന്ന ആൾക്കാരോട് മിണ്ടാതിരിക്കാൻ നല്ലത്. ചില ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും, എന്നിട്ട് മാസ്റ്ററെ അതെങ്ങനെയാണ് മാസ്റ്റർ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഷിപ്പ്യാർഡ് ജോലി ചെയ്യുന്ന ഒരു സഹോദരനും സഹോദരി എന്നെ വിളിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണിന് പകൽ സമയങ്ങളിൽ കാഴ്ച കുറവാണ്, വളരെ കുറവാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ ദേവദാസ്, ഇതിനു വേണ്ടി നിങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ട് പാസ്റ്ററെ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു അരുളപ്പാട് നൽകി. കുഞ്ഞുങ്ങളില്ല, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല. ഈ കണ്ണിൽ നിന്ന് എന്തോ ചരട് പോലെ വയറ്റിനകത്തേക്ക് പോയിട്ടുണ്ട്. കണ്ട ദർശനമാണ്. കണ്ണിൽ നിന്ന് ഈ കണ്ണും ഉദരവും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ചരട് ദൈവാത്മാവിനെ കാണിച്ചു. ഇങ്ങനെ വലിയ ദർശനമൊക്കെ കണ്ട പുള്ളിക്കാരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഞാനും ഇതൊന്നും അറിയാതെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കർത്താവേ, പൗലോസിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, ജതുമല പോലെ കണ്ണിൽ നിന്ന് വീഴണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ചില നേരം ഇങ്ങനെ എടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ ആമേനെല്ലാം പറഞ്ഞ് സന്തോഷമായെന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ആൻറ്റി സന്തോഷമായ ആൻറ്റി, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചോളാം. അപ്പോൾ എടുത്ത വായിക്ക് പറയാണ്, പാസ്റ്ററെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ വിചാരിച്ചു വല്ല സംശയം വല്ല ആയിരിക്കും. അതേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന്? എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? എന്തെങ്കിലും നിങ്ങൾക്ക് ആ റൂട്ടൊന്നും അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. അറിയാം, പഞ്ചഭാവം പോലെ ഇരിക്കുന്നില്ലേ? ഇവെല്ലാം കണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടായിരുന്നു, കണ്ണിക്കൂടെ എന്തോ ചരട് പോലെ ഉദരത്തിലോട്ട് അന്ന് പറഞ്ഞ പോലെ ഞാൻ വല്ലതും കണ്ടു വന്നു. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ദർശനത്തെ കൾവലിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം.
സ്വത്രം പറഞ്ഞാട്ടെ. ദർശനത്തെക്കാൾ വലിയതാണ് കർത്താവിൻ്റെ വചനം. ഇത് എഴുതപ്പെട്ട വചനമാണ്. ഇത് കർത്താവിൻ്റെ വ്യക്തിത്വമുള്ളതാണ്. ഇതാണ് അധികാരം ഉള്ളത്. സ്വത്രം. മിണ്ടാതിരിക്കാൻ കർത്താവ് കൽപ്പിച്ചു. പിന്നെ അപ്പോൾ പറയണം, അത് നമ്മൾ പറയണം. മിണ്ടാതിരിക്കാൻ കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പുറപ്പെടണം. എവിടെ പുറപ്പെടണം? യെരൂശലേം മുതൽ ലോകത്തിൻ്റെ അറ്റം വരെ ശക്തി പ്രാപിച്ചിട്ട് പുറപ്പെടണം. സ്വത്രം പറഞ്ഞാട്ട് പ്രിയരെ, 2 കാര്യമേ പറയാൻ നേരമുള്ളൂ. 2 കാര്യം പറയാം പണിയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, കർത്താവ് മരിച്ചതുപോലെ മരിക്കാൻ ഏൽപ്പിച്ചാൽ പണി നടക്കും. 2, കർത്താവ് പറഞ്ഞതുപോലെ പറയാൻ മനസ്സ് വെച്ചാൽ നാം പണിയും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? കർത്താവ് സാക്ഷിയായത് 40 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം പ്രാപിച്ചിട്ടാണ് അവൻ സഭ പണിയാൻ ആരംഭിച്ചത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കർത്താവും പറയണം, അതുപോലെ തന്നെ നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. കൈക്കൊള്ളേണ്ടതിന് നിങ്ങൾ നഗരങ്ങളിൽ പാർക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്ന് ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ തുടങ്ങണം. മനസ്സിലാകുന്ന സ്വതന്ത്രം പറഞ്ഞാൽ പ്രിയരെ, യെരൂശലേം എന്ന് പറയുന്ന പ്രിയരെ ഹോം ടൗൺ ആണ് എന്ന് സാധാരണഗതി പറയാറുണ്ട്. നമ്മുടെ വീട്ടിൽ തുടങ്ങണമെന്ന് ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ തെറ്റാണ്. വീട്ടിൽ നിന്ന് തുടങ്ങണമായിരുന്നെങ്കിൽ ഗലീലയിൽ തുടങ്ങണം എന്ന് പറയാമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞത് ഗലീലയിൽ തുടങ്ങാനല്ല, യെരൂശലേമിൽ തുടങ്ങണം. മനസ്സിലാകുന്നുണ്ടോ? യെരൂശലേം അറിയാമല്ലോ, രാജാവിൻ്റെ സിംഹാസനമുള്ള ഇടമാണ്, പിതാക്കന്മാരുടെ കല്ലറയുള്ള ഇടമാണ്, ദൈവാലയമുള്ള ഇടമാണ്. നിങ്ങൾ പുറത്തിറങ്ങി ആദ്യം തുടങ്ങുന്നത് ഗലീലയിലല്ല, സിറ്റിയിലാണ്. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്ന ദൂത്? അങ്ങനെയാണെങ്കിൽ പറയണമെങ്കിൽ ശക്തി പ്രാപിച്ചു വേണം മുമ്പോട്ട് പോകാൻ. യേശു കർത്താവിനെ പിതാവ് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. വേഗത്തിൽ നിർത്താം. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. എന്തിനാ പരിശുദ്ധാത്മാവിനാലുള്ള ശക്തി? പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം അവൻ തനിക്ക് തന്നെയുള്ള അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം, ശക്തിയാലുള്ള അഭിഷേകം പൊതുപ്രയോജനത്തിനാണ്, വീര്യപ്രവർത്തികൾക്കുള്ളതാണ്, അത്ഭുതങ്ങൾക്കുള്ളതാണ്, അടയാളങ്ങൾക്കുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവ് ശക്തിയോടെ വന്ന് കവർന്നഗൂമിലെ പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. നസറത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. കുരുടന്മാർക്ക് കാഴ്ചയും പിന്നെ ദരിദ്രന്മാർക്ക് വിടുതലും പ്രസംഗിപ്പാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്തത്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ഉണ്ടോ? ഒരു കാര്യം വിട്ട് കളഞ്ഞില്ലേ കർത്താവ്? ഏതാ? പ്രതികാര ദിവസം. മനസ്സിലാകുന്നുണ്ടോ? ഈ പുതിയ നിയമസഭയോട് ദൈവമൊക്കെ സ്നേഹത്തോടെ ഞാൻ പറയാം, പ്രതികാരം പ്രസംഗിക്കാനല്ല ദൈവസഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പെന്തക്കോസുകാരുടെ മതിലിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, 1-ാമത്തെ വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, നീ താളടി, നീ മുടങ്ങും. കർത്താവ് പറഞ്ഞിട്ടില്ലെന്നാ കാര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ വചനം കൊണ്ടാണ് വചനമാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രതികാരം പറയാനിരിക്കുമ്പോൾ കർത്താവ് പ്രസംഗിച്ചത് പ്രസാദവശമാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നാമയം പറഞ്ഞാട്ട് പ്രിയരേ, കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രസാദവർഷം പ്രസംഗിച്ചു. അങ്ങനെയാണെങ്കിൽ സഭയോട് പറയാം, അവന്റെ ശക്തി പ്രാപിച്ചു വേണം നിങ്ങൾ എൻ്റെ സാക്ഷികളാകാൻ. ഇപ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു, പറയാൻ ഒരു സമയമുണ്ട്. 21 ദിവസം മിണ്ടാതിരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ ഒരു ദിവസമുണ്ട്. 3 ആഴ്ച കണ്ണുനീരോടെ രട്ടെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച, നിരാശപ്പെട്ട് പ്രാർത്ഥിച്ചൊരു മനുഷ്യനുണ്ടാര്? 3 ആഴ്ച ദാനിയേലാണ്. ദാനിയേലിന്റെ ഉപവാസ പ്രാർത്ഥന 21-ാമത്തെ ദിവസം സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ദാനിയേലേ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ വിഷയം സംബന്ധിച്ച ദൈവസന്നിധിയിൽ നീ ഇരുന്ന ദിവസം ആദ്യം തന്നെ നിനക്കുള്ള ഉത്തരമായി. പക്ഷേ പാർസി രാജ്യത്തിന്റെ പ്രഭു പറ അത് അങ്ങനെയാണോ വാക്യം? അല്ല, തടഞ്ഞു എന്നുള്ളത് പ്രസംഗ ഭാഷയാണ്. ഞങ്ങളെല്ലാവരും പറയുന്നത് തടഞ്ഞെന്നാണ്. പക്ഷെ തടഞ്ഞില്ല, എതിർത്തു.
സ്വത്രം സ്വത്രം തടയാൻ പറ്റത്തില്ല. ദൈവം തരുന്ന മറുപടിയെ തടയാൻ ഉലകത്തിൽ ഇറങ്ങി പറ്റത്തില്ലല്ലോ. തടഞ്ഞില്ല, എതിർത്തു. ദൈവം അത് അനുവദിച്ചു. വിട്ടേക്ക്, എതിർത്തോട്ടെ. എത്ര ദിവസം? 21 തടയാൻ പറ്റത്തുള്ളൂ. 21 എതിർക്കാൻ പറ്റത്തുള്ളൂ. 21ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതനിറങ്ങി. ചില എതിർപ്പുകൾ ദൈവം അനുവദിക്കുന്നതാണ്. ഒന്നും കൂടെ പറയാം, കൊണ്ടുവരുന്ന മറുപടിയുടെ വലിപ്പം അനുസരിച്ച് എതിർപ്പുകൾ കൂടും. 1ാമത്തെ ദിവസം നീ പ്രാപിക്കത്തക്ക നിലയിൽ നീ ആയിട്ടില്ല ദാനിയേലേ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഉറങ്ങുവാണെന്ന് എനിക്ക് സംശയമുണ്ട്. സ്വത്രം 1ാമത്തെ ദിവസം തന്നെ, നീ മനസ്സ് വെച്ച ദിവസം തന്നെ മറുപടി അയച്ചതാണ്. അത് താങ്ങാൻ നിനക്ക് കെൽപ്പില്ലാത്തത് കൊണ്ടാണ് ഇവന്റെ എതിർപ്പ് ഞാൻ അനുവദിച്ചത്. ഇപ്പോൾ നിനക്കത് പ്രാപിപ്പാനുള്ള അവസരമാണ്. നീ അതിനാപ്റ്റായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോ 1ാമത്തെ ദിവസമോ 6ാമത്തെ ദിവസമോ മറുപടി വരണമെന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, മിണ്ടാതെ ഇരുന്ന് കൊള്ളുക. അവൻ മറുപടിയുടെ കലവറകളെ അക്കമിട്ട് നമുക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനാണ്. സ്തോത്രം. കർത്താവ് പറയാണ്, നിങ്ങൾ സാക്ഷിയാകണം. അപ്പോസ്തല പ്രവൃത്തിയുടെ 1ാമത്തെ അധ്യായം പാർത്ത മാളിക മുറി. ദൂത് കേട്ട ഉടനെ അവർ പാർത്ത മാളിക മുറിയിലേക്ക് മടങ്ങി ചെന്നു. 1ാമത്തെ അധ്യായം പാർത്ത മാളിക മുറിയാണ്. 2ാമത്തെ മാളിക മുറി 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പാർത്തുകൊണ്ടിരുന്ന കേവലം ആ മാളിക മുറിയിൽ ജനനം സംഭവിച്ചു. സ്തോത്രം. 2ാമത്തെ അധ്യായത്തിൽ ജനനം സംഭവിച്ച് ഒരൊറ്റ ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് അവിടുന്ന് പതുക്കെ വളരാൻ തുടങ്ങി. നിങ്ങളിവിടെ ഉണ്ടോ? 4ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനെതിരെ 4 ഇടത്തുനിന്ന് പോരാട്ടമുണ്ടായി. സ്വത്രം. കാരാഗ്രഹമുണ്ടായി, വാളുണ്ടായി, പ്രതികൂലമുണ്ടായി, രക്തസാക്ഷികൾ ഉണ്ടാകാൻ തുടങ്ങി. പത്രോസിനെ പിടിക്കുന്നു, യാക്കോബിനെ പിടിക്കുന്നു. കാരാഗ്രഹങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി. പക്ഷെ 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ റോമിലെത്തി. മനസ്സിലാകുന്നുണ്ടോ? വെറും പാർത്ത മാളിക മുറി, വെറുതെ താമസിച്ച മാളിക മുറിക്കകത്ത് നിന്നും സ്വത്രം ഒരു സഭ പുറത്തു വന്നെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുക. ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഉറപ്പായിട്ട് പറയാം, അവൻ എത്തിക്കേണ്ട ഇടത്ത് സഭയെ എത്തിക്കാൻ ദൈവം ശക്തനാണ്. എത്തിക്കേണ്ടുന്ന ഇടത്ത് നമ്മെ എത്തിപ്പാൻ ദൈവം ശക്തനാണ്. കാരാഗ്രഹം അവിടെ കിടക്കട്ടെ, പ്രതിസന്ധി അവിടെ കിടക്കട്ടെ, വാൾ അവിടെ കിടക്കട്ടെ, തിന്മകൾ അവിടെ കിടക്കട്ടെ. ആരൊക്കെ കലിപൂണ്ട് എഴുന്നേറ്റാലും, ഏതൊക്കെ സിംഹാസനങ്ങൾ എഴുന്നേറ്റാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ചെന്ന് പ്രാർത്ഥിക്കാമോ പ്രിയരെ? ഈ കേട്ട വചനം ഹൃദയത്തിനകത്തേക്ക് ഒന്ന് സംഗ്രഹിച്ചേ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് എഴുന്നേറ്റാണ്ട് പ്രിയരെ, ഒരു പാട്ടിന്റെ ഒരടി പാടണം. പാതാളമേ മരണമേ നിന്നുടെ ജയം എവിടെ? സ്തോത്രം. മരിക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്, കരങ്ങൾ ഉയർത്തിയാട്ടെ. മരിക്കാൻ ഏൽപ്പിക്കാമോ? മിണ്ടാതിരിക്കാൻ ഏൽപ്പിക്കാമോ? സമർപ്പിക്കാൻ ഏൽപ്പിക്കാമോ? സ്തോത്രം. വിരൽ ചൂണ്ടി, മുഖത്തോട് മുഖം നോക്കി വിരൽ ചൂണ്ടി പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം പൂർത്തീകരിപ്പിക്കും. സ്തോത്രം. എന്തുകൊണ്ടിങ്ങനെ വന്നു? പ്രാർത്ഥിക്കുന്നവളല്ലേ, ആരാധിക്കുന്നവളല്ലേ, ശുശ്രൂഷിക്കുന്നവരല്ലേ? എന്തുകൊണ്ട് മിണ്ടാതിരിക്കെ? ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ പണിതത് പോലെ തന്നെ നമ്മെ കൊണ്ടും അവൻ പണിയിക്കും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്രതികരിക്കണേ. സ്തോത്രം. മിണ്ടാതിരിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് തന്നെ, നമ്മെ കൊണ്ട് തന്നെ പറയാൻ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ 6ാമത്തെ ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എളിയദാസൻ എൻ്റെ വീട്ടിലോട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. ദൈവസഭയുടെ ചിലവർ കാണും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേവലം ഒരു ചർച്ച് മാത്രമാകരുത്. ഇതിനകത്ത് ജനനങ്ങൾ നടക്കണം. നിങ്ങളോടെ ദൈവം പുറത്തേക്ക് നമ്മെ അയക്കാൻ ശക്തനാണ്. തലമുറയെ നോക്കി പ്രവചിച്ചു പറയുന്നു, വീട്ടിനകത്ത് ഒതുങ്ങത്തില്ലെന്നേ. കടല് കടത്തി അക്കരെ എത്തിക്കാൻ ദൈവം ശക്തനാണ്. ഈ വചന ദൂതുകൾ അവൻ സഭയ്ക്ക് മാത്രമല്ല വ്യക്തികളിലേക്ക് അവൻ ആത്മാവ് കൈമാറി
കരകളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ മരണമേ നിന്നോട് ചെയ്യാം കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ മരണമേ നിന്നോട് ഓ കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ ഓ ജയത്തിൻ ഘോഷം ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൽ കൂടാരത്തിൽ എന്നും പുതുഗീതം അഭയം താനാവർക്കെന്നുമേ അഭയം താനാവർക്കെന്നുമേ അഗ്നിനിന്നെ ദഹിപ്പിക്കില്ല മതി നിന്നെ കവിയുകില്ല ഓ അഗ്നിയതി നാലാമെത്ത അഴിവ് നാട് കൊണ്ടു ഓ അഗ്നിനിന്നെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ധൈര്യത്തോടെ അഗ്നിയതി നാലാമെത്ത അഴിവ് നാട് കൊണ്ടു ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാസനയിൽ അഭയം താനാവർക്കെന്നുമേ മഹത്വരാജനാസനയിൽ അഭയം താനാവർക്കെന്നുമേ പാതാളമേ മരണമേ സംഹാരകൻ കടന്നു പോ ഓ പാതാളമേ മരണം സംഹാരകൻ കടന്നു പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൽ കൂടാരത്തിൽ എന്നും പുതുഗീതം അഭയം താനാവർക്കെന്തുമേ മഹത്വരാജന സേനയിൽ വീരനായ അഭയം താനാവർക്കെന്തുമേ ഓ ശക്തരായ രാജാക്കള സിയോളും മോകും വന്നാൽ ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നായകൻ ഓ ശക്തരായ രാജാക്കള സിയോളും മോകും വന്നാൽ ഓ ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നായകൻ ഓ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ മരണമേ നിന്നോട് കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പാതാളമേ മരണമേ നിന്നോട് ജയം എവിടെ കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്തുമേ ഓ മഹത്വരാജനായ സേനയിൽ വീരനായ ധീരെ 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 ഓ മഹത്വരാജനായ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്തുമേ ഓ മഹത്വരാജനായ
കേൾക്കപ്പെട്ട വചനത്തിനായി നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കയില്ല. ഈ പാറമേൽ ഞാൻ പണിയും. ഹല്ലേലൂയ, സ്തോത്രം. സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവസഭയുടെ പണിയെക്കുറിച്ച്, കർത്താവിൻ്റെ പണിയെക്കുറിച്ച്, നാം ചേർന്ന് പണിയണമെന്നുള്ളതിനെ കുറിച്ച് ഭൂമിയുടെ അറ്റത്തോളം നാം സാക്ഷികളായിട്ട് ഈ പണികൾക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായും നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകലും രാത്രിയിലും ശക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കാനിടയായി. ഹല്ലേലൂയ. ദൈവം പണിയുടെ ഒരു ഭാഗമായി കണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മെ ദൈവം പണിയുവാനിടയാകുന്നു. ദൈവം തൻ്റെ സഭയെ പണിയുന്നു. യേശുവാണ് പണിയുന്നത് എന്നുള്ളത് ദൈവപുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് വെളിപ്പാടുള്ളവന് ആ സഭ പണിയുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ, അതിൻ്റെ താക്കോൽ ദൈവം കൊടുക്കുവാനിടയായി. കർത്താവ് പറയുവാനിടയായി, ഇത് മറ്റാരോടും പറയരുതേ എന്ന്. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, സഭയുടെ പണിക്ക് അനവധിയായ അതിൻ്റെ ഘടകങ്ങളുണ്ട്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്താം. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശക്തമായ ദൈവം കരങ്ങളിലെടുത്തല്ലോ. വ്യക്തിപരമായ ദൈവശബ്ദങ്ങൾ നമ്മെ കേൾപ്പിച്ചല്ലോ. സഭയോടുള്ള ദൂത ദൈവം നമ്മെ അറിയിച്ചല്ലോ. ദേശത്ത് നാം പണിയേണ്ടുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ആ പണിയോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ, ഇതിൻ്റെ സഭയെ, ശുശ്രൂഷകളെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നമ്മെ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഉപസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. മറ്റെല്ലാവരെയും ഓർത്ത്, കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ നിലകളിലും കർത്താവ് നമ്മെ സഹായിപ്പാൻ വരും ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം പിന്നെയും നമുക്ക് തരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിൽക്കിൻസ് ജോർജ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ കർത്താവേ, വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, മനോഹരമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രാത്രിയുടെ പ്രാരംഭ നിമിഷം മുതൽ ഈ സമയം വരെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ നാഥ അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളോട് അങ്ങ് ഇഷ്ടം തോന്നി. കർത്താവെ കർത്താവെ അവിടുന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം കർത്താവെ ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിച്ച ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വളരെ അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ചതുപോലെ കർത്താവെ ദൈവസഭയുടെ പണി നാഥ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയല്ലോ. അത് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ നന്നായി ചെയ്തെടുക്കുവാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇവിടുന്ന്
പകരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുവേണ്ടി ദാദാ പത്രോസിൻ്റെ ജീവിതത്തിൽ വ്യക്തമായി അവൻ യേശു ആരെന്ന് തിരിച്ചറിയുവാനിടയായി തീർന്നതുപോലെ ഞങ്ങൾ കർത്താവേ യേശു ആരാകുന്നു എന്ന് വ്യക്തമായ ഒരു ധാരണയും ഒരു തിരിച്ചറിവും ആളുകൾ ഉണ്ടാകേണ്ടതിന് സ്വർഗം ഞങ്ങളോട് അവൻ പിന്നെയും ഇവിടെ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. ശുശ്രൂഷ കർത്താവദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താദാസന ശുശ്രൂഷകളോ അഭിനേൽപ്പിച്ച ദൈവസഭ കുടുംബമൊക്കെ കർത്താവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ പ്രവർത്തന മേഖലകളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ഇന്ന് രാത്രി ശക്തമായ ഇവിടുന്ന് കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവ് ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിലോ കർത്താവിയുടെ മക്കൾ ഉപവസിക്കുമ്പോൾ കർത്താവ് ഇവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. സ്തോത്രം. രാത്രി ഞങ്ങളോട് അങ്ങിടപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർമാനമുള്ള ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥന ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും രാത്രി കർത്താവിൻ്റെ വചനം രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് പകലും രാത്രിയിലും അനുഗ്രഹിതമായ ശുശ്രൂഷകൾ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബോബി കോട്ടയത്തോടുള്ള നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. നാളെ കൃത്യം 10:30 തന്നെ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ റെജി ജോർജ് കൊട്ടാരക്കര നമ്മുടെ മധ്യയിൽ വചനം ശുശ്രൂഷിക്കും. എല്ലാവരും തക്ക സമയത്ത് തന്നെ എത്തിച്ചേരുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.